ആദ്യ ജയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് 1862, 1863. 1861 നായർ ബ്രിഗേഡിന്റെ പഴയ ബാരക്കിൽ പ്രിൻസിപ്പൽ ജയിൽ. 1873 സെൻട്രൽ ജയിലാക്കി മാറ്റി. 1886 ജയിൽ പൂജപ്പുരയിലേക്ക് മാറ്റി. 1886 വ്യാവസായിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തടവുകാരുടെ അവസ്ഥ മെച്ചപ്പെടുത്തുവാനും പരിഷ്കാരങ്ങൾ അവതരിപ്പിച്ചു. 1890 സംസ്ഥാനത്തെ ഭരണാധികാരി നിരാലംബരായ തടവുകാർക്ക് വീട്ടിലെത്താൻ പണം അനുവദിച്ചു. 1904 സ്ത്രീ തടവുകാർക്കായി പ്രത്യേക ബ്ലോക്ക് നിർമ്മിച്ചു. 1890 എറണാകുളം സെൻട്രൽ ജയിൽ. 1892 ബ്രിട്ടീഷ് സർവീസിലെ മിസ്റ്റർ റോബിൻസൺ സൂപ്രണ്ടായി നിയമിച്ചു. 1916 സെൻട്രൽ ജയിൽ വിയൂരയ്ക്ക് മാറ്റി. 1869 കണ്ണൂർ സെൻട്രൽ ജയിൽ സ്ഥാപിതമായി. 1861 കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിൽ. കോഴിക്കോട് ജയിൽ പിന്നീട് 1969 ജില്ലാ ജയിലായി മാറി. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ കോഴിക്കോട് സബ് ജയിൽ, സ്പെഷ്യൽ സബ് ജയിൽ 1861. സംസ്ഥാനത്തെ രണ്ടാമത്തെ ഏറ്റവും പഴക്കം ചെന്ന ജയിലും ആദ്യത്തെ സെൻട്രൽ ജയിലും കണ്ണൂർ സെൻട്രൽ ജയിൽ 1869. 1962 കേരളത്തിലെ ആദ്യ തുറന്ന ജയിൽ നെട്ടുകാൽത്തേരി, തിരുവനന്തപുരം. 2007 രണ്ടാമത്തെ തുറന്ന ജയിൽ ചീമേനി. 1990 ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകര. 2009 കണ്ണൂർ വനിതാ ജയിൽ. 2011 തൃശൂർ വനിതാ ജയിൽ. 2013 ആദ്യത്തെ വനിതാ തുറന്ന ജയിൽ പൂജപ്പുര. 2019 ആദ്യ ഹൈ സെക്യൂരിറ്റി ജയിൽ വിയൂർ. 1957 ജയിൽ പരിശീലന സ്കൂൾ പൂജപ്പുര. 1988 സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പുനർനാമകരണം ചെയ്തു. 2010 സിക്ക എക്സ്റ്റൻഷൻ സെന്ററുകൾ തൃശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിൽ ആരംഭിച്ചു. 1953 പ്രത്യേക ജയിൽ IG തസ്തിക അവതരിപ്പിച്ചു. ആദ്യ ജയിൽ IG AV ജോൺ. 1981 മേഖലാ സംവിധാനം ആരംഭിച്ചു. കോഴിക്കോടും തൃശൂരും AIG തസ്തിക വന്നു. 2000 AIG തസ്തിക ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആയി ഉയർത്തി. ഇന്ത്യൻ പ്രിസൺസ് ആക്ട് 1894, ട്രാവൻകൂർ കൊച്ചി പ്രിസൺസ് ആക്ട് 1950 എന്നിവയെ അടിസ്ഥാനമാക്കി കേരള പ്രിസൺസ് റൂൾസ് 1958 ഓഗസ്റ്റ് 26 നിലവിൽ വന്നു. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് മാനേജ്മെന്റ് ആക്ട് 2010, കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് മാനേജ്മെന്റ് റൂൾ 2014. കേരളത്തിൽ 4 സെൻട്രൽ ജയിൽ ആൻഡ് കറക്ഷണൽ ഹോമുകളാണ്. 1886 പൂജപ്പുര, തിരുവനന്തപുരം. 1914 വിയൂർ, തൃശൂർ. 1869 പള്ളിക്കുന്ന്, കണ്ണൂർ. 2022 തവനൂർ, മലപ്പുറം. മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനം 1948 UN അംഗീകരിച്ച പ്രമാണമാണിത്. മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28-നാണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം ലോക്സഭ പാസാക്കിയത് 1993 ഡിസംബർ 18. മനുഷ്യാവകാശ സംരക്ഷണ നിയമം രാജ്യസഭ പാസാക്കിയത് 1993 ഡിസംബർ 22. മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രസിഡന്റ് ഒപ്പുവെച്ചത് 1994 ഡിസംബർ 8. മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തത് 1994 ജനുവരി 10. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11-നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് വി. രാമസുബ്രഹ്മണ്യം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ 6 അംഗങ്ങളാണുള്ളത്. ഒരു ചെയർമാനും 5 സ്ഥിരാംഗവും. ഇതിലെ ചെയർമാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരാൾ ആയിരിക്കണം. മറ്റ് അംഗങ്ങൾ സുപ്രീം കോടതിയിലെ ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തികളിൽ നിന്ന് 3 അംഗങ്ങൾ. ഇതിൽ ഒരാൾ വനിതയായിരിക്കണം.
ഇനി 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണുള്ളത്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ഭിന്നശേഷി കമ്മീഷൻ ചെയർപേഴ്സൺ. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ 43 സെക്ഷനുകളും 8 ചാപ്റ്ററുകളുമാണ് ഉള്ളത്. 1993 മനുഷ്യാവകാശ നിയമം 2006 2019 ഭേദഗതി ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ 1 പ്രിലിമിനറി. നിയമത്തിന്റെ പേര്, വ്യാപ്തി, വിവിധ പദങ്ങളുടെ നിർവചനങ്ങൾ. ചാപ്റ്റർ 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, അംഗങ്ങളുടെ നിയമനം, കാലാവധി, നീക്കം ചെയ്യൽ എന്നിവ. ചാപ്റ്റർ 3 കമ്മീഷന്റെ ചുമതലകളും അധികാരങ്ങളും. മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്വേഷിക്കുവാനും പരാതികൾ സ്വീകരിക്കാനുമുള്ള കമ്മീഷന്റെ അധികാരം. ചാപ്റ്റർ 4 നടപടിക്രമങ്ങൾ. പരാതികളിന്മേലുള്ള അന്വേഷണം നടത്തുന്ന രീതി, അന്വേഷണ ഏജൻസികളുടെ സഹായം തേടൽ എന്നിവയെക്കുറിച്ച്. അധ്യായം 5 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ. ഓരോ സംസ്ഥാനത്തും കമ്മീഷനുകൾ രൂപീകരിക്കുന്നതിനെക്കുറിച്ചും അവയുടെ ഘടനയെക്കുറിച്ചും. ചാപ്റ്റർ 6 മനുഷ്യാവകാശ കോടതികൾ. അധ്യായം 7 സാമ്പത്തികവും അക്കൗണ്ടുകളുടെ ഓഡിറ്റും. അധ്യായം 8 വിവിധ വിഷയങ്ങൾ. കമ്മീഷൻ അംഗങ്ങളുടെ സംരക്ഷണം, നിയമങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം, മറ്റ് അനുബന്ധ കാര്യങ്ങൾ എന്നിവയിൽ ഇത് ഉൾപ്പെടുന്നു. സെക്ഷൻ 1 നിയമത്തിന്റെ പേരും വ്യാപ്തിയും, ചുരുക്കപ്പേരും ആരംഭവും. സെക്ഷൻ 2 നിർവചനങ്ങൾ, മനുഷ്യാവകാശം, കമ്മീഷൻ തുടങ്ങിയവയുടെ വിശദീകരണം. സെക്ഷൻ 3 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം. സെക്ഷൻ 4 ചെയർപേഴ്സണെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്ന രീതി. രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. എന്നാൽ മനുഷ്യാവകാശ കമ്മീഷൻ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ശുപാർശ ചെയ്യുന്ന പേരാണ് രാഷ്ട്രപതി നിയമിക്കുന്നത്. ഈ കമ്മിറ്റിയിലുള്ളത് പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഉപാധ്യക്ഷൻ. സെക്ഷൻ 5 ചെയർപേഴ്സണെയും അംഗങ്ങളെയും രാജിയും നീക്കം ചെയ്യലും. രാജിയെക്കുറിച്ച് പറയുന്നത് പെരുമാറ്റ ദൂഷ്യം അല്ലെങ്കിൽ കഴിവില്ലായ്മ എന്നീ 2 കാരണങ്ങൾ കാരണമാണ് നീക്കം ചെയ്യാൻ സാധിക്കുന്നത്. രാഷ്ട്രപതിക്കാണ് നീക്കം ചെയ്യുവാനുള്ള അധികാരമുള്ളത്. ഇതിനായിട്ട് രാഷ്ട്രപതി സുപ്രീം കോടതിക്ക് റഫർ ചെയ്യുന്നു. സുപ്രീം കോടതി അന്വേഷണം നടത്തി രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. സെക്ഷൻ 6 ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് എന്നതായിരുന്നു കാലാവധി. സെക്ഷൻ 7 ചില സാഹചര്യങ്ങളിൽ അംഗം ചെയർപേഴ്സണായി പ്രവർത്തിക്കുന്നത്, അതായത് ചെയർപേഴ്സന്റെ മരണം, രാജി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ അദ്ദേഹത്തിന് വിട്ടു നിൽക്കേണ്ടി വന്നാലാണ് ഇത്തരം സന്ദർഭം ഉണ്ടാകുന്നത്. സെക്ഷൻ 8 സേവന നിബന്ധനകളും വേതനവും. സെക്ഷൻ 9 ഒഴിവുകൾ വന്നാൽ കമ്മീഷന്റെ നടപടികൾ അസാധുവാകില്ല. സെക്ഷൻ 10 നടപടിക്രമങ്ങൾ കമ്മീഷൻ തന്നെ നിശ്ചയിക്കുന്നു. സെക്ഷൻ 11 കമ്മീഷനിലെ ഉദ്യോഗസ്ഥരും മറ്റ് ജീവനക്കാരും. കേന്ദ്ര സർക്കാരിന്റെ സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ കമ്മീഷന്റെ സെക്രട്ടറി ജനറൽ ആയിരിക്കും. പോലീസ് ഡയറക്ടർ ജനറൽ പദവിയിൽ താഴെയല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെയും അദ്ദേഹത്തിന്റെ കീഴിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും കമ്മീഷന്റെ ചുമതലകളുടെ കാര്യക്ഷമമായ നിർവഹണത്തിന് കേന്ദ്ര സർക്കാർ നിയമിക്കും. കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്ന ചട്ടങ്ങൾക്ക് വിധേയമായി കമ്മീഷന് ആവശ്യമെന്ന് കരുതാവുന്ന ഭരണപരവും സാങ്കേതികവും ശാസ്ത്രീയവുമായ സ്റ്റാഫുകളെ നിയമിക്കാവുന്നതാണ്. സെക്ഷൻ 12 അന്വേഷണ കമ്മീഷന്റെ പ്രധാന ചുമതലകൾ. പരാതികൾ അന്വേഷിക്കുക, ജയിലുകൾ സന്ദർശിക്കുക എന്നിവയാണ്. ശിക്ഷ നടപ്പിലാക്കാനുള്ള അധികാരം കമ്മീഷന് ഇല്ല. സെക്ഷൻ 13 അന്വേഷണവുമായി ബന്ധപ്പെട്ട അധികാരങ്ങൾ. സെക്ഷൻ 14 അന്വേഷണം. സെക്ഷൻ 15 കമ്മീഷന് മുൻപാകെ നൽകുന്ന മൊഴികൾ. സെക്ഷൻ 16 താൽപ്പര്യമുള്ള വ്യക്തികൾക്ക് കേൾക്കുവാനുള്ള അവസരം നൽകൽ. സെക്ഷൻ 17 പരാതികൾ അന്വേഷിക്കുവാൻ സംബന്ധിച്ച വിവരങ്ങൾ. സെക്ഷൻ 18 അന്വേഷണത്തിന് ശേഷമുള്ള നടപടികൾ. സെക്ഷൻ 19 സായുധ സേനയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ. സെക്ഷൻ 20 കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ടും പ്രത്യേക റിപ്പോർട്ടുകളും. കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ടുകൾ പാർലമെന്റിന്റെ ഓരോ സഭയിലും അല്ലെങ്കിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെ മുൻപാകെ യഥാക്രമം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വയ്ക്കേണ്ടതാണ്. സെക്ഷൻ 21 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം. 1998 ഡിസംബർ 11 രൂപീകൃതമായത്. സെക്ഷൻ 22 സംസ്ഥാന കമ്മീഷൻ ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത്
ഗവർണറാണ്. ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും. അങ്ങനെ ആകെ അംഗസംഖ്യ 3 ആണ്. സെക്ഷൻ 23 ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും രാജിയും നീക്കം ചെയ്യലും. അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ ആണ്. നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. നിയമന കമ്മിറ്റിയിലെ അംഗങ്ങൾ ചെയർപേഴ്സൺ, മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. നീക്കം ചെയ്യുവാനുള്ള കാരണങ്ങൾ പെരുമാറ്റ ദൂഷ്യം അല്ലെങ്കിൽ കഴിവില്ലായ്മ. സെക്ഷൻ 24 സംസ്ഥാന കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ചില സാഹചര്യങ്ങളിൽ അംഗങ്ങളെ ചെയർപേഴ്സണായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് സെക്ഷൻ 25. സെക്ഷൻ 26 സേവന നിബന്ധനകളും വേതനവും. സെക്ഷൻ 27 സംസ്ഥാന കമ്മീഷനിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും. സെക്ഷൻ 28 സംസ്ഥാന കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ടും പ്രത്യേക റിപ്പോർട്ടുകളും. സെക്ഷൻ 29 ദേശീയ കമ്മീഷനെ സംബന്ധിച്ച ചില വ്യവസ്ഥകൾ സംസ്ഥാന കമ്മീഷനും ബാധകമാണ്. സെക്ഷൻ 30 മനുഷ്യാവകാശ കോടതികൾ സ്ഥാപിക്കൽ. സെക്ഷൻ 31 സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നത്. സെക്ഷൻ 32 കേന്ദ്ര സർക്കാർ നൽകുന്ന ഗ്രാന്റുകൾ. സെക്ഷൻ 33 സംസ്ഥാന സർക്കാർ നൽകുന്ന ഗ്രാന്റുകൾ. സെക്ഷൻ 34 ദേശീയ കമ്മീഷന്റെ അക്കൗണ്ടുകളും ഓഡിറ്റും. സെക്ഷൻ 35 സംസ്ഥാന കമ്മീഷന്റെ അക്കൗണ്ടുകളും ഓഡിറ്റും. സെക്ഷൻ 36 നിലവിലെ മറ്റ് കമ്മീഷനുകൾ പരിഗണിക്കുന്ന പരാതികൾ ഒഴിവാക്കുന്നത്. സെക്ഷൻ 37 പ്രത്യേക അന്വേഷണ സംഘങ്ങളെ രൂപീകരിക്കുന്നത്. സെക്ഷൻ 38 സന്മനസ്സോടെ ചെയ്യുന്ന പ്രവർത്തികൾക്കുള്ള സംരക്ഷണം. സെക്ഷൻ 39 കമ്മീഷൻ അംഗങ്ങളും ഉദ്യോഗസ്ഥരും പൊതുസേവകർ ആയിരിക്കും. സെക്ഷൻ 40 ചട്ടങ്ങൾ നിർമ്മിക്കുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ അധികാരം. സെക്ഷൻ 40A മുൻകാല പ്രാബല്യത്തോടെ ചട്ടങ്ങൾ ഉണ്ടാക്കുവാനുള്ള അധികാരം. സെക്ഷൻ 41 ചട്ടങ്ങൾ നിർമ്മിക്കുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ അധികാരം. സെക്ഷൻ 42 പ്രയാസങ്ങൾ നീക്കം ചെയ്യുവാനുള്ള അധികാരം. സെക്ഷൻ 43 റദ്ദാക്കലുകൾ. വിവരാവകാശ നിയമം 2005. ആകെ 31 സെക്ഷനുകളും 6 അധ്യായങ്ങളും 2 സ്കെഡ്യൂളുമാണ് ഇതിലുള്ളത്. ലോക്സഭയിൽ പാസാക്കിയത് 2005 മെയ് 11. പാർലമെന്റ് പാസാക്കിയത് 2005 ജൂൺ 15. നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. നിലവിൽ വരുമ്പോൾ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമാണ്. വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ പ്രസ്ഥാനം മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ്. ഇത് സ്ഥാപിച്ചത് അരുണ റോയിയാണ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ V. ഹരി നായരാണ്. ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ രാജ്കുമാർ ഗോയൽ. 2019 ഭേദഗതി നടത്തിയിട്ടുണ്ട്. 2019 ജൂലൈ 22 ലോക്സഭ പാസാക്കി. 2019 ജൂലൈ 25 രാജ്യസഭയും 2019 ഓഗസ്റ്റ് 1 രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദ് ഒപ്പുവെച്ചു. 2019 ഭേദഗതി പ്രകാരം ദേശീയ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. മുൻപ് ഇവരുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയായിരുന്നു. എന്നാൽ ഇപ്പോൾ 3 വർഷമാണ് കാലാവധി. 2019 RTI റൂൾസ് പ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം 2,50,000 മറ്റ് അംഗങ്ങളുടെ ശമ്പളം 2,25,000 6 അധ്യായങ്ങളാണുള്ളത്. ഒന്നാമത്തത് പ്രിലിമിനറി. 2 വിവരത്തിനുള്ള അവകാശവും പൊതു സ്ഥാനങ്ങളുടെ കടമയും. 3 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. 4 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. 5 വിവരാവകാശ കമ്മീഷനുകളുടെ അധികാരങ്ങളും ചുമതലയും അപ്പീലും പിഴയും. 6 മെസ്സലേനിയസ്. 2 ഷെഡ്യൂളുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ പട്ടിക കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും സത്യപ്രതിജ്ഞയും. 2ാം പട്ടിക ഏതൊക്കെ സ്ഥാപനങ്ങൾ വിവരങ്ങൾ നിഷേധിക്കുന്നു എന്നതുമാണ്. ആകെ 21 വകുപ്പുകളാണുള്ളത്. അതിൽ സെക്ഷൻ 2 വിവിധ പദങ്ങളുടെ നിർവചനങ്ങൾ. ഉദാഹരണത്തിന് വിവരം എന്താണ്, പൊതു അധികാരികൾ എന്താണ്, രേഖ എന്താണ്. അതിൽ 2A സമുചിത സർക്കാർ, 2F വിവരം, 2H പൊതു അധികാര സ്ഥാപനം, 2J വിവരാവകാശം. സെക്ഷൻ 3 എല്ലാ പൗരന്മാർക്കും വിവരം ലഭിക്കുവാനുള്ള അവകാശം നൽകുന്നു. സെക്ഷൻ 4 പൊതു അധികാരികൾ വിവരങ്ങൾ സ്വമേധയാ വെളിപ്പെടുത്തേണ്ടതിനെക്കുറിച്ച്. സെക്ഷൻ 5 പബ്ലിക് ഇൻഫോർമേഷൻ കമ്മീഷണർമാരെ നിയമിക്കുന്നത് സംബന്ധിച്ച്. സെക്ഷൻ 5 സബ്സെക്ഷൻ 3 ഓരോ കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫോർമേഷൻ കമ്മീഷണറും വിവരം
ആവശ്യപ്പെടുന്ന ആളുകളിൽ നിന്നുള്ള അപേക്ഷകൾ കൈകാര്യം ചെയ്യേണ്ടതും ന്യായമായ സഹായം നൽകേണ്ടതുമാണ്. 5 സബ്സെക്ഷൻ 4 ഓരോ കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർക്കും അവരുടെ കർത്തവ്യങ്ങൾ ശരിയായ നിർവഹണത്തിന് ആവശ്യമാണെന്ന് കരുതുന്ന സഹായം ഏതൊരു ഉദ്യോഗസ്ഥരിൽ നിന്നും തേടാവുന്നതാണ്. സെക്ഷൻ 6 വിവരങ്ങൾക്കായി അപേക്ഷിക്കേണ്ട രീതി. 6 സബ്സെക്ഷൻ 2 വിവരം ലഭിക്കുന്നതിന് അപേക്ഷ നൽകിയിട്ടുള്ള അപേക്ഷകനോട് അദ്ദേഹം ആ വിവരം ആവശ്യപ്പെടുന്നതിന്റെ കാരണമോ അയാളെ ബന്ധപ്പെടുന്നതിനുള്ള വിവരം ഒഴിച്ച് മറ്റ് വ്യക്തിപരമായ വിവരങ്ങളോ ആവശ്യപ്പെടാൻ പാടുള്ളതല്ല. അപേക്ഷാ ഫീ. വിവരങ്ങൾ A4 അല്ലെങ്കിൽ A3 പേജുകളാണെങ്കിൽ പേജ് ഒന്നിന് 2 രൂപയും വലിയ സൈസ് പേപ്പറിലാണെങ്കിൽ അതിന് ചെലവാവുന്ന തുക. അതുപോലെ തന്നെ A4ന് ഇപ്പോൾ 3 രൂപയാക്കിയിട്ടുണ്ട്. CD-യിലാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ 75 രൂപ. നേരിട്ട് വിവരം പരിശോധിക്കുന്നതിന് ആദ്യം 1 മണിക്കൂർ സൗജന്യവും തുടർന്ന് ഓരോ 30 മിനിറ്റിനും 10 രൂപ വീതവുമാണ് നൽകേണ്ടത്. ഫീസ് അടയ്ക്കുന്ന രീതി. കോർട്ട് ഫീസ് സ്റ്റാമ്പ് വഴി, ഗവൺമെന്റ് ട്രഷറി ഫീസ് അടയ്ക്കാം, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിർദ്ദിഷ്ട റെസിപ്റ്റ് വഴി ഫീസ് അടയ്ക്കാം. സൗജന്യ വിവരാവകാശത്തിന് അർഹരായിട്ടുള്ളത്. വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ 7 സബ്സെക്ഷൻ 5 പ്രകാരം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ 30 ദിവസത്തെ പരിധിക്കുള്ളിൽ പൊതു അതോറിറ്റി അപേക്ഷാ വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ, മൂന്നാം കക്ഷി വിവരങ്ങളുടെ കാര്യത്തിൽ വിവരാവകാശ അപേക്ഷ സമർപ്പിച്ച് 40 ദിവസത്തിനുള്ളിൽ വിവരം ലഭിച്ചിട്ടില്ലെങ്കിൽ, ഈ 3 കേസിലും ഫ്രീ ആയിട്ട് ഇൻഫോർമേഷൻ നൽകാം. ഇനി സെക്ഷൻ 7 അപേക്ഷ തീർപ്പാക്കേണ്ട കാലാവധി. സാധാരണഗതിയിൽ 30 ദിവസമാണ്. എങ്കിൽ ജീവനും സ്വത്തിനും അപകടം പറ്റുന്ന കാര്യമാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ. എന്നാൽ അപേക്ഷ സമർപ്പിച്ചത് അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ 35 ദിവസത്തിനുള്ളിലാണ്. മൂന്നാം കക്ഷിയോട് വിവരം ഉൾപ്പെടുന്നുവെങ്കിൽ മറുപടി നൽകേണ്ടത് 40 ദിവസത്തിനുള്ളിലാണ്. മൂന്നാം കക്ഷിയോട് അഭിപ്രായം ആരായാൻ 5 ദിവസവും മൂന്നാം കക്ഷിക്ക് മറുപടി നൽകാൻ വേണ്ടിയിട്ട് 10 ദിവസവും. അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറണമെങ്കിൽ അതിന് 5 ദിവസവും. എത്ര ദിവസത്തിനുള്ളിലാണ് ഒന്നാം അപ്പീൽ സമർപ്പിക്കേണ്ടത്? ഒന്നാം അപ്പീൽ സമർപ്പിക്കേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. അതായത് മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയം മുതൽ അവസാനിച്ചിട്ട് 30 ദിവസം. ഒന്നാം അപ്പീൽ തീർപ്പാക്കേണ്ടത് 30 ദിവസത്തിനുള്ളിലാണ്. മതിയായ കാരണം രേഖപ്പെടുത്തിയാൽ 40 ദിവസത്തിനുള്ളിൽ. രണ്ടാമത്തെ അപ്പീൽ 90 ദിവസത്തിനുള്ളിൽ. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രണ്ടാം അപ്പീൽ തീർപ്പാക്കേണ്ട സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്ന വിവരങ്ങൾ ഗവൺമെന്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, സർക്കുലറുകൾ, ഉപദേശങ്ങൾ, കരാറുകൾ, ലോഗ് ബുക്ക്, സാമ്പിളുകൾ, പ്രമാണങ്ങൾ, മെമ്മോ, ഉത്തരവുകൾ, റിപ്പോർട്ടുകൾ, പത്രക്കുറിപ്പുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വച്ചിരിക്കുന്ന വിവരങ്ങൾ, സ്ഥിതിവിവര കണക്ക്, ഇമെയിൽ, പൊതു അധികാരിക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ എന്നിവ നമുക്ക് വിവരാവകാശ കമ്മീഷൻ മുഖാന്തരം ലഭ്യമാകും. സെക്ഷൻ 8 വിവരങ്ങൾ നൽകുന്നതിൽ നിന്നു ഒഴിവാക്കലുകൾ. രാജ്യസുരക്ഷ, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം തുടങ്ങിയവ ബാധിക്കുന്ന വിവരങ്ങൾ നൽകേണ്ടതില്ല. സെക്ഷൻ 8 സബ്സെക്ഷൻ 2 1923 ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് പ്രകാരം ഒഴിവാക്കിയിട്ടുള്ള വിവരങ്ങൾ വലിയ പൊതു താൽപര്യം ഉൾക്കൊള്ളുന്നവയാണെങ്കിൽ അവ വെളിപ്പെടുത്തുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പാണ്. സെക്ഷൻ 9 പകർപ്പവകാശം ലംഘിക്കുന്ന വിവരങ്ങൾ നിരസിക്കുവാനുള്ള അധികാരം. സെക്ഷൻ 11 മൂന്നാം കക്ഷിയുടെ വിവരങ്ങൾ നൽകുന്നതിനുള്ള നടപടിക്രമം. സെക്ഷൻ 11(1) പ്രകാരം ഒരു വ്യക്തിയിൽ നിന്നും വിവരാവകാശത്തിനുള്ള അപേക്ഷ ലഭിച്ച ശേഷം മൂന്നാം കക്ഷിയിൽ നിന്ന് വിവരമോ രേഖയോ ആവശ്യമുണ്ടെങ്കിൽ പ്രസ്തുത അപേക്ഷ ലഭിച്ച് 5 ദിവസത്തിനകം അത്തരം മൂന്നാം കക്ഷിക്ക് കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ നോട്ടീസ് നൽകേണ്ടതാണ്. സെക്ഷൻ 11 സബ്സെക്ഷൻ 2 കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അതതു സംഗതി പോലെ ഉപവകുപ്പ് പ്രകാരം മൂന്നാം കക്ഷിക്ക് ഏതെങ്കിലും വിവരമോ അല്ലെങ്കിൽ രേഖയോ അല്ലെങ്കിൽ അതിന്റെ ഭാഗത്തെയോ സംബന്ധിച്ച് നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിൽ അത്തരം നോട്ടീസ് ലഭിച്ച് 10 ദിവസത്തിനകം മൂന്നാം കക്ഷി നിർദ്ദിഷ്ട വെളിപ്പെടുത്തലിനായിട്ടുള്ള പരാതി നൽകുന്നതിൽ അവസരം നൽകേണ്ടതാണ്. സെക്ഷൻ 11 സബ്സെക്ഷൻ 3 7-ാം വകുപ്പിൽ എന്നതു
എന്തുതന്നെ അടങ്ങിയിരുന്നാലും കേന്ദ്ര പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറോ സംസ്ഥാന പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറോ അതത് സംഗതി പോലെ 6-ാം വകുപ്പ് പ്രകാരം അപേക്ഷ ലഭിച്ച് 40 ദിവസത്തിനകം പരാതി നൽകുന്നതിന് മൂന്നാം കക്ഷിക്ക് അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ വിവരമോ രേഖയോ അല്ലെങ്കിൽ അതിന്റെ ഭാഗമോ വെളിപ്പെടുത്തേണ്ടതാണെന്നോ അല്ലെന്നോ തീരുമാനിക്കുവാനും മൂന്നാം കക്ഷിക്ക് അദ്ദേഹത്തിന്റെ തീരുമാനത്തിന്റെ നോട്ടീസ് ലിഖിതമായി നൽകേണ്ടതുണ്ട്. 11 സബ്സെക്ഷൻ 4 മൂന്നാം ഉപവകുപ്പ് പ്രകാരം നൽകിയിട്ടുള്ള ഒരു നോട്ടീസ് നൽകപ്പെട്ടിട്ടുള്ള മൂന്നാം കക്ഷിക്ക് തീരുമാനത്തിനെതിരെ 19-ാം വകുപ്പ് പ്രകാരം അപ്പീല് സമർപ്പിക്കുന്നതിനുള്ള അവകാശമുണ്ടായിരിക്കുന്നതാണെന്ന് ഒരു പ്രസ്താവന. അതായത് 11-ൽ പറയുന്നത് മൂന്നാം കക്ഷിയിൽ നിന്ന് വിവരം തേടുന്നതിനെ കുറിച്ചും 11(2)-ൽ പറയുന്നത് 10 ദിവസത്തിനകം ഈ മൂന്നാം കക്ഷി തിരിച്ച് വിവരങ്ങൾ നൽകണമെന്നും 11(3)-ൽ പറയുന്നത് 40 ദിവസത്തിനകം ഈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യണമെന്നും 11(4)-ൽ പറയുന്നത് മൂന്നാം കക്ഷിക്ക് ഈ പരാതിയിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അയാൾക്ക് അപ്പീല് സമർപ്പിക്കാവുന്നതാണ് എന്നുമാണ്. സെക്ഷൻ 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടുന്ന മന്ത്രാലയം മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയമാണ്. കേന്ദ്ര ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറും 10-ൽ കൂടാത്ത ഇൻഫോർമേഷൻ കമ്മീഷണർമാരും കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന സെക്ഷൻ 12 സബ്സെക്ഷൻ 2. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും പൊതുരംഗത്ത് പരിചയ സമ്പന്നരായിരിക്കണം. അതായത് നിയമം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, സാമൂഹ്യ സേവനം, മാനേജ്മെന്റ്, പത്രപ്രവർത്തനം, മാസ് മീഡിയ, ഭരണം എന്നിവയിൽ എന്ന് പറയുന്നത് സെക്ഷൻ 12 സബ്സെക്ഷൻ 5 ആണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റു കമ്മീഷണർമാരും ഒരു നിയമനിർമ്മാണ സഭയിലും അംഗമായിരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് സെക്ഷൻ 12 സബ്സെക്ഷൻ 6. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി വജാഹത്ത് അബീബുള്ളയും ആദ്യ വനിത ദീപക് സന്ധു, രണ്ടാമത്തെ വനിത സുഷമ സിംഗുമാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെല്ലുന്നത് പ്രസിഡന്റിന് മുൻപാകെയാണ്. സെക്ഷൻ 12 സബ്സെക്ഷൻ 7 പ്രകാരം കേന്ദ്ര ഇൻഫോർമേഷൻ കമ്മീഷന്റെ ആസ്ഥാനം ഡൽഹിയിലായിരിക്കണം. കേന്ദ്ര സർക്കാരിന്റെ മുൻകൂട്ടിയുള്ള അംഗീകാരത്തോടെ കേന്ദ്ര ഇൻഫോർമേഷൻ കമ്മീഷണർക്ക് ഭാരതത്തിൽ എവിടെയും ഓഫീസ് സ്ഥാപിക്കാവുന്നതാണ്. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 1-ാം ഷെഡ്യൂളിലാണ്. രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും ഇവർ പ്രസിഡന്റിനാണ്. പ്രസിഡന്റിന് ഇവരെ സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരം നീക്കം ചെയ്യാവുന്നതാണ്. തെളിയിക്കപ്പെട്ട ദുർനിവൃത്തിക്കും അപ്രാപ്തിക്കുമാണ് ഇവരെ നീക്കം ചെയ്യേണ്ടത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം CIC ഭവനാണ്. മുൻപ് ഇത് ആഗസ്റ്റ് ക്രാന്തി ഭവനായിരുന്നു. സെക്ഷൻ 13 കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ ഉദ്യോഗ കാലാവധിയും സേവനങ്ങളും. ഇൻഫോർമേഷൻ കമ്മീഷണർ പുനർനിയമനത്തിന് അർഹരല്ല. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് ഇവരുടെ കാലാവധി. സെക്ഷൻ 14 ഇൻഫോർമേഷൻ കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച്. സെക്ഷൻ 14(1) പ്രകാരം ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറെ അല്ലെങ്കിൽ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്ന പ്രക്രിയ രാഷ്ട്രപതി സുപ്രീം കോടതിയിലേക്ക് അന്വേഷണത്തിന് റഫറൻസ് നടത്തുന്നു. സുപ്രീം കോടതി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. നീക്കം ചെയ്യേണ്ടതാണെന്ന് റിപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ തെളിയിക്കപ്പെട്ട പെരുമാറ്റ ദൂഷ്യത്തിന്റെ അല്ലെങ്കിൽ കഴിവില്ലായ്മയുടെ കാരണത്തിൽ രാഷ്ട്രപതി മുഖേന നീക്കം ചെയ്യുന്നു. സെക്ഷൻ 15 കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ ഉദ്യോഗ കാലാവധിയും സേവന വ്യവസ്ഥയും. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ രൂപീകൃതമായത് 2005 ഡിസംബർ 19-നാണ്. സംസ്ഥാന ഇൻഫോർമേഷൻ കമ്മീഷണറും 10-ൽ കൂടാത്ത ഇൻഫോർമേഷൻ കമ്മീഷണറുമാണ് ഉണ്ടായിരിക്കേണ്ടത്. ഇവരെ നിയമിക്കുന്ന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി, സംസ്ഥാന അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരാളും ഉണ്ടായിരിക്കും. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ പാലാട്ട് മോഹൻദാസും നിലവിലേത് വി ഹരി നായറുമാണ്. രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും ഗവർണർക്ക് മുൻപാകെയാണ്.
സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ നീക്കം ചെയ്യുന്നതും ഗവർണറാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതും അതത് സംസ്ഥാനങ്ങൾക്കാണ്. സെക്ഷൻ 16 സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഉദ്യോഗ കാലാവധിയും സേവനവും. 2005 വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാനം ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറും ഇൻഫോർമേഷൻ കമ്മീഷണർമാരും അവർ ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ 5 വർഷക്കാലം ഉദ്യോഗം വഹിക്കേണ്ടതും പുനർനിയമനത്തിന് അർഹരല്ല. സെക്ഷൻ 17 സംസ്ഥാന ഇൻഫോർമേഷൻ കമ്മീഷണറെ നീക്കം ചെയ്യുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ ഉദ്യോഗ കാലാവധിയും സേവന വ്യവസ്ഥയും. സെക്ഷൻ 18 പറയുന്നത്, ഒരു പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറെ നിയമിക്കുന്നതിനാൽ ആർക്കാണ് വിവര അഭ്യർത്ഥന സമർപ്പിക്കാൻ കഴിയുന്നത്, ആര് ആവശ്യപ്പെട്ട വിവരങ്ങളാണ് നിരസിക്കേണ്ടത്, നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ആർക്കാണ് തന്റെ വിവര അഭ്യർത്ഥനയോടെ പ്രതികരണം ലഭിക്കേണ്ടത് എന്നിവയെല്ലാം വ്യക്തിയുടെ പരാതി സ്വീകരിക്കുകയും അന്വേഷിക്കുകയും ചെയ്യേണ്ടത് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറാണ്. സെക്ഷൻ 19 അപ്പീലാണ്. 30 ദിവസത്തിനുള്ളിൽ പബ്ലിക് ഇൻഫോർമേഷൻ കമ്മീഷണറേക്കാൾ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് 1-ാം അപ്പീൽ നൽകേണ്ടതാണ്. 90 ദിവസത്തിനകം 2-ാം അപ്പീലും. 2-ാം അപ്പീൽ തീർപ്പാക്കേണ്ട ദിവസത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. സെക്ഷൻ 20 പിഴ. ഓരോ ദിവസവും 250 രൂപ മുതൽ മാക്സിമം 25,000 രൂപയാണ് പിഴ ഒടുക്കേണ്ടത്. സെക്ഷൻ 24 ആക്ട് ബാധകമല്ലാത്ത സംഘടനകൾ. ഇന്റലിജൻസ് ബ്യൂറോ, ഏവിയേഷൻ റിസർച്ച് സെന്റർ ഓഫ് ദി ക്യാബിനറ്റ് സെക്രട്ടറി, ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസ്, സെൻട്രൽ ഇക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ്, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, സ്പെഷ്യൽ ഫ്രോണ്ടിയർ ഫോഴ്സ് ഓഫ് ക്യാബിനറ്റ് സെക്രട്ടറി, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, ആസാം റൈഫിൾസ്, ഫിനാൻസ് ഇന്റലിജൻസ് യൂണിറ്റ് ഇന്ത്യ, സ്ട്രാറ്റജിക്കൽ ഫോഴ്സ് കമാൻഡ്, നാഷണൽ ഇന്റലിജൻസ് ഗ്രിഡ് എന്ന് തുടങ്ങി കുറേ സ്ഥാപനങ്ങളെ വിവരാവകാശ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സെക്ഷൻ 25 വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സെക്ഷൻ 26 ബോധവൽക്കരണ പരിപാടികൾ തയ്യാറാക്കൽ. സെക്ഷൻ 27 ചട്ടങ്ങൾ ഉണ്ടാക്കാൻ സർക്കാരിനുള്ള അധികാരം. സെക്ഷൻ 28 ചട്ടങ്ങൾ ഉണ്ടാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കുള്ള അധികാരം. സെക്ഷൻ 29 ചട്ടങ്ങൾ പാർലമെന്റിൽ അല്ലെങ്കിൽ നിയമസഭയിൽ സമർപ്പിക്കൽ. സെക്ഷൻ 30 പ്രായോഗിക തടസ്സങ്ങൾ നീക്കം ചെയ്യുവാനുള്ള അധികാരം. സെക്ഷൻ 31 റദ്ദാക്കലുകൾ. ഇന്ത്യൻ പൗരർ അല്ലാത്തവർക്കും വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ അന്വേഷിക്കാമെന്ന് 2023 വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി. കേരളത്തിൽ 5 തരം ജയിലുകളാണുള്ളത്. 16 സബ് ജയിൽ, 16 സ്പെഷ്യൽ സബ് ജയിൽ, 13 ഡിസ്ട്രിക്ട് ജയിൽ. മലപ്പുറം ജില്ലയിൽ ഡിസ്ട്രിക്ട് ജയിൽ ഇല്ല. 4 സെൻട്രൽ ജയിൽ, 3 ഓപ്പൺ ജയിൽ. സബ് ജയിൽ 1 മാസം വരെ ശിക്ഷയുള്ള റിമാൻഡ് വിചാരണ തടവുകാരെ പാർപ്പിക്കുന്ന ഇടമാണ് സബ് ജയിൽ. 3 മാസം വരെ ശിക്ഷയുള്ളവരെ സ്പെഷ്യൽ സബ് ജയിൽ. 6 മാസം വരെ ശിക്ഷയുള്ളവരെ ഡിസ്ട്രിക്ട് ജയിൽ. 6 മാസത്തിനു മുകളിൽ ശിക്ഷയുള്ളവരെ സെൻട്രൽ ജയിലിലാണ് പാർപ്പിക്കുന്നത്. കേരളത്തിൽ 4 സെൻട്രൽ ജയിലുകളാണുള്ളത്. കണ്ണൂർ, പൂജപ്പുര, വിയ്യൂർ, തവനൂർ. സബ് ജയിലുകൾ ആറ്റിങ്ങൽ, ആലപ്പുഴ, മീനച്ചിൽ, പീരിമേട്, മട്ടാഞ്ചേരി, എറണാകുളം, ആലുവ, ചാവക്കാട്, വിയ്യൂർ, ആലത്തൂർ, ഒറ്റപ്പാലം, പെരിന്തൽമണ്ണ, പൊന്നാനി, തിരൂർ, കൊയിലാണ്ടി, വടകര, കണ്ണൂർ. സ്പെഷ്യൽ സബ് ജയിൽ തിരുവനന്തപുരം, പൂജപ്പുര, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, മാവേലിക്കര, പൊൻകുന്നം, ദേവികുളം, മൂവാറ്റുപുഴ, ഇരിഞ്ഞാലക്കുട, ചിറ്റൂർ, മഞ്ചേരി, കോഴിക്കോട്, വൈത്തിരി, തലശ്ശേരി, കൂത്തുപറമ്പ്, കാസർഗോഡ്, കണ്ണൂർ. ജില്ലാ ജയിൽ തിരുവനന്തപുരം, പൂജപ്പുര, കൊല്ലം, തേവള്ളി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, മുട്ടം, എറണാകുളം, തൃശൂർ, വിയ്യൂർ, പാലക്കാട്, മലമ്പുഴ, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, മാനന്തവാടി, കാസർഗോഡ്, ഹോസ്ദൂർ. കേരളത്തിൽ 3 തുറന്ന ജയിലുകളാണുള്ളത്. 2 എണ്ണം പുരുഷന്മാർക്ക് വേണ്ടിയിട്ടും 1 സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുമാണ്. ആദ്യത്തെ തുറന്ന ജയിൽ നെട്ടുകാൽത്തേരി, തിരുവനന്തപുരം. രണ്ടാമത്തത് ചീമേനി, കാസർഗോഡ്. മൂന്നാമത്തതും ഏക വനിതാ തുറന്ന ജയിലും പൂജപ്പുര, തിരുവനന്തപുരം.
വനിതാ ജയിലുകൾ നെയ്യാറ്റിൻകര, കണ്ണൂർ, വിയ്യൂർ. ഹൈ സെക്യൂരിറ്റി ജയിൽ വിയ്യൂർ. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിൽ കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും വലിയ സെൻട്രൽ ജയിൽ പൂജപ്പുര. ഫ്രീഡം ഫുഡ് മേക്കിംഗ് യൂണിറ്റ് 2011 പൂജപ്പുര ജയിലിലാണ് ആരംഭിച്ചത്. കേരള സർക്കാർ നിർമ്മിച്ച സെൻട്രൽ ജയിൽ തവനൂർ. ബോർസ്റ്റൽ സ്കൂളുകൾ പ്രധാനമായും 18 മുതൽ 21 വയസ്സിന് ഇടയിൽ പ്രായമുള്ള യുവ കുറ്റവാളികളെ പുനരധിവസിപ്പിക്കുന്നതിനും അവർക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനുമായിട്ട് സ്ഥാപിച്ചിട്ടുള്ളതാണ്. കേരളത്തിൽ തൃക്കാക്കരയിലാണ് ബോർസ്റ്റൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ജയിൽ ട്രെയിനിങ് സ്കൂൾ പൂജപ്പുര 1957. 1988 ഇതിന്റെ പേര് മാറ്റി ഇപ്പോൾ ഇത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഫസ്റ്റ് പ്രിൻസിപ്പൽ ജി രാമചന്ദ്ര പിള്ള. കേരള ജയിൽ വകുപ്പിന്റെ ആസ്ഥാനം പൂജപ്പുരയിലാണ്. കേരള ജയിൽ വകുപ്പിന്റെ ഹെഡ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ്. കേരളത്തിലെ ജയിലുകളെ വടക്കൻ, തെക്കൻ, മധ്യ എന്നിങ്ങനെ 3 സോണുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇവയിൽ ഓരോ സോണിനും നേതൃത്വം കൊടുക്കുന്നത് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആണ്. കേരള പ്രിസൺസ് റൂൾ 1958. 1894 ഇന്ത്യൻ പ്രിസൺസ് ആക്ടും 1950 ട്രാവൻകൂർ കൊച്ചിൻ പ്രിസൺസ് ആക്ടും കമ്പൈൻ ചെയ്തിട്ടാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഒരു പ്രിസൺസ് റൂൾ വരുന്നത്. പിന്നീട് കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് മാനേജ്മെന്റ് ആക്ട് 2010 വന്നു. അതിനുശേഷം അതിലെ ചട്ടങ്ങൾ 2014 നിലവിൽ വന്നു. ഡെറ്റിന്യൂ എന്ന് പറയുകയാണെങ്കിൽ തടങ്കലിൽ കഴിയുന്ന ആൾക്കാരെയാണ് ഡെറ്റിന്യൂ എന്ന് പറയുന്നത്. അകമ്പടി സന്ദർശന സമയം 24 മണിക്കൂറാണ്, അതായത് ട്രാവൽ ഒഴിച്ചിട്ടുള്ള സമയം. അധ്യായം 3 സെക്ഷൻ 11 ജയിൽ പരിശീലനത്തെക്കുറിച്ചാണ് പറയുന്നത്. ജയിൽ അച്ചടക്ക സമിതിയിൽ ജയിൽ സൂപ്രണ്ട്, ജോയിന്റ് സൂപ്രണ്ട്, വെൽഫെയർ ഓഫീസർ, മെഡിക്കൽ ഓഫീസർ എന്നിങ്ങനെ 4 അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക. പ്രത്യേകം മാറ്റി താമസിപ്പിക്കുന്നത് ഡെറ്റിന്യൂ, സൈനിക തടവുകാർ, വിദേശ തടവുകാർ, അപകടകാരികളായ തടവുകാർ, സാംക്രമിക രോഗങ്ങളുള്ളവർ. എ ക്ലാസ് തടവുകാർ, പതിവ് കുറ്റക്കാർ അല്ലാത്തവർ, സൽസ്വഭാവികൾ, നിസ്സാര കുറ്റം ചെയ്തവർ. ബി ക്ലാസ് തടവുകാർ, ഉയർന്ന സാമൂഹിക പദവിയുള്ള, ഉയർന്ന വിദ്യാഭ്യാസമുള്ള, സൽസ്വഭാവിയായ പതിവ് കുറ്റവാളിയാണ് ബി ക്ലാസ് തടവുകാർ എന്ന് പറയുന്നത്. സി ക്ലാസ് തടവുകാർ, അധമന്മാർ, സഭ്യതയില്ലാത്തവർ. കേരള പ്രിസൺസ് ആക്ടിൽ ആകെ 20 അധ്യായങ്ങളും 102 സെക്ഷൻസുമാണ് ഉള്ളത്. അധ്യായം 16 പരോളിനെ കുറിച്ച് പറയുന്നത്. ശിക്ഷയുടെ 1/3 കൂടുതലാവാൻ പാടില്ല പരോളിലെ ദിവസം. പരോൾ ലംഘിച്ചാൽ 2 വർഷം തടവും അതിന് കൂടെ പിഴയും ഉണ്ടാകും. പരാതി പരിഹാര സമിതി 3 മാസത്തിലൊരിക്കൽ കൂടേണ്ടതാണ്. ജയിൽ ഉപദേശക സമിതി DGP ഓഫ് പ്രിസൺസ്, ജില്ലാ കലക്ടർ, ജില്ലാ പോലീസ് മേധാവി, ജില്ലാ സെഷൻസ് ജഡ്ജി, ജയിൽ സൂപ്രണ്ട്, ജില്ലാ പ്രൊബേഷൻ ഓഫീസർ, സർക്കാർ നിയമിക്കുന്ന 3 അംഗങ്ങൾ. ഉപദേശക സമിതിയുടെ നിർദ്ദേശം കൂടാതെയും സർക്കാരിന് സ്വയം തടവുകാരെ വിട്ടയക്കാവുന്നതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബോർസ്റ്റൽ സ്കൂൾ സ്ഥാപിച്ചത് പഞ്ചാബിലാണ് 1926. UN കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ വിദഗ്ധൻ ഡോക്ടർ വാട്ടൺ സി റെക്ലസ്. ഇന്ത്യയിൽ ആദ്യമായി ജയിലുകളെ കുറിച്ച് പഠനം നടത്തിയത് ജസ്റ്റിസ് AN മുള്ള കമ്മിറ്റി 1980. നാഷണൽ എക്സ്പെർട്ട് കമ്മിറ്റി ഓൺ വുമൺ പ്രിസണർ 1986 ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. കേരള സർക്കാർ ജയിലുകളെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ചത് ഉദയഭാനു കമ്മിറ്റി 1991-93. 2017 ഒരു കമ്മിറ്റി വന്നു, അലക്സാണ്ടർ ജേക്കബ് കമ്മിറ്റി. കേരളത്തിലെ ആദ്യത്തെ ജയിൽ ഇൻസ്പെക്ടർ ജനറൽ AV ജോൺ. ജയിലിലെ കുറ്റവാളികൾക്ക് തൊഴിലും നൽകുന്നുണ്ട്. അപ്പം അവർ ചെയ്യേണ്ട പണികളിൽ കൂടുതൽ പേരും ഏർപ്പെട്ടിരിക്കുന്നത് കൃഷിപ്പണിയിലാണ്. കൃഷി, പശുനോട്ടം, പശുക്കറവ, ലൈബ്രറി നിയന്ത്രണം, കമ്പ്യൂട്ടർ ജോലികളെല്ലാം അവിദഗ്ധ ജോലികളായിട്ടാണ് ജയിലിൽ അറിയപ്പെടുന്നത്. ഓപ്പൺ ജയിലിലെ തടവുകാർക്ക് കൂടുതൽ ശമ്പളം ഉണ്ടാവും. വേതനത്തിന്റെ 50% അവരുടെ കുടുംബത്തിലേക്ക് അയച്ചു കൊടുക്കും. 25% ക്യാൻറ്റീൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. 25% മോചിതമാകുമ്പോൾ അവർക്ക് ലഭിക്കും. അധ്യായം 17 അവധികളെ കുറിച്ച് പറയുന്നത്. സാധാരണ അവധി, അടിയന്തര അവധി, ഹോം ലീവ്.
ഹോം ലീവ് അനുവദിക്കുന്നത് തുറന്ന ജയിലിലുള്ളവർക്കാണ്. 5 തവണയാണ് ഹോം ലീവ് അനുവദിക്കുക. പ്രൊബേഷൻ ഓഫീസറാണ് ഇതിൽ തീരുമാനം എടുക്കുന്നത്. സാധാരണ അവധി വർഷത്തിൽ 60 ദിവസമാണ്. അതായത് ഒരു വർഷത്തിൽ കൂടുതൽ എങ്കിലും ശിക്ഷ ഉണ്ടായിരിക്കണം. 4 തവണയായിട്ട് എടുക്കാം. അതായത് 60 ദിവസം 15 × 4. 15 ദിവസത്തിൽ കുറയാനും പാടില്ല അറ്റ് എ ടൈം. 30 ദിവസത്തിൽ കൂടാനും പാടില്ല. 15 to 30 ദിവസത്തിന്റെ ഇടയ്ക്കായിരിക്കും ഒരു സമയത്തെ സാധാരണ അവധി. അവധിക്ക് ശുപാർശ ചെയ്യേണ്ടത് ജയിൽ സൂപ്രണ്ട് പ്രൊബേഷൻ ഓഫീസറും ചേർന്നാണ്. ആദ്യമായിട്ട് ഒരു തടവ് പുള്ളിക്ക് സാധാരണ അവധി അനുവദിക്കേണ്ടത് DGP ആണ്. തുടർന്ന് അനുവദിക്കുന്നതാണ് ജയിൽ സൂപ്രണ്ട്. അടിയന്തര അവധി എന്ന് പറയുകയാണെങ്കിൽ മരണം, അല്ലെങ്കിൽ ഉറ്റബന്ധുവിന്റെ മരണം, ഉറ്റബന്ധുവിന്റെ രോഗം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് അടിയന്തര അവധി അനുവദിക്കുന്നത്. ഇതിൽ ഈ ഒരു അവധികളും ഒരു വധശിക്ഷയ്ക്ക് വിധിച്ച വ്യക്തിക്ക് ലഭിക്കുന്നതല്ല. 10 ദിവസത്തെ അവധിയാണ് വേണ്ടതെങ്കിൽ അതിൽ ജയിൽ സൂപ്രണ്ടിന് തീരുമാനം എടുക്കാം. 15 ദിവസം വരെ അവധി കിട്ടണമെങ്കിൽ അത് DGPക്ക് തീരുമാനിക്കാം. 45 ദിവസത്തിന് മുകളിലാണെങ്കിൽ അതിൽ സർക്കാരാണ് തീരുമാനം എടുക്കുന്നത്. പക്ഷേ 45 ദിവസത്തെ ലീവ് ഒരുമിച്ച് കിട്ടില്ല. അത് 15 ദിവസം മാത്രമേ കിട്ടൂ അറ്റ് എ ടൈം. അങ്ങനെ 3 തവണ എടുക്കാം. ജയിലിലെ ഡെയിലി ഭക്ഷണത്തിൽ മട്ടനും മത്സ്യവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിൽ ചിക്കന്, മുട്ട എന്നിവ ഉൾപ്പെടുന്നില്ല. അതായത് വിശേഷ ദിവസങ്ങളിൽ കിട്ടും, ഡെയിലി മെനുവിലില്ല. ടൈം ലൈനിൽ നമുക്ക് ഹിസ്റ്ററി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ 1956 ആദ്യമായിട്ട് കേരളത്തിൽ ജയിൽ വകുപ്പ് വരുന്നത്. 1861 നായർ ബ്രിഗേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. 1873 സെൻട്രൽ ജയിൽ തുടങ്ങി. 1886 പൂജപ്പുരയിലേക്ക് മാറ്റി. ടി രാമറാവു വ്യാവസായിക സംരംഭങ്ങൾ ആരംഭിച്ചത് 1886 1862-63 ദിവാൻ ടി മാധവറാവു ആദ്യമായിട്ട് ഭരണ റിപ്പോർട്ട് പുറത്തിറക്കി. ഈ റിപ്പോർട്ട് പ്രകാരം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ ഡിവിഷണൽ ജയില്, ജില്ലാ കോടതി എന്നിവ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചു. 1890 നിലാലംബർക്ക് വിടുതൽ കൊടുത്തു തുടങ്ങിയത്. 1904 സെൻട്രൽ ജയിലിൽ ആദ്യമായിട്ട് വനിതാ തടവുകാർക്ക് വേണ്ടിയിട്ട് ഒരു ബ്ലോക്ക് ഉണ്ടാക്കി. 1890 എറണാകുളത്ത് സെൻട്രൽ ജയിൽ വന്നു. 1892 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ശ്രീ റോബിൻസൺ സൂപ്രണ്ടായി. 1914 ജയില് വിയൂരയ്ക്ക് മാറ്റി. 1 മാസത്തിൽ കുറഞ്ഞ ശിക്ഷയുള്ളവർക്ക് വേണ്ടിയിട്ട് 7 സബ് ജയിലുകൾ കൊണ്ടുവന്നു. 1861 കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിൽ. കേരളത്തിൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും പഴക്കം ചെന്നത് 1861 വന്ന കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണ്. ഇതിനെ 1969 ജില്ലാ ജയിലാക്കി. ഫസ്റ്റ് സെൻട്രൽ ജയിൽ വന്നത് 1869 കണ്ണൂർ സെൻട്രൽ ജയിലാണ്. ഇതാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളതിൽ പഴക്കം ചെന്ന രണ്ടാമത്തെ ജയിൽ. ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ബൽറാം കുമാർ ഉപാധ്യായാണ്. കേരളത്തിലെ ഏറ്റവും പഴയ സെൻട്രൽ ജയിൽ ഏതാണ്? തിരുവനന്തപുരം സെൻട്രൽ ജയിൽ. ജയിൽ ചട്ടപ്രകാരം കേരളത്തിലെ ജയിൽ ഭരണത്തെ എത്ര മേഖലകളായി തിരിച്ചിട്ടുണ്ട്? 3. റീജിയണൽ തലത്തിൽ ജയിൽ വകുപ്പിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? DIG. കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ജയിൽ സംവിധാനം ബോസ്റ്റൽ സ്കൂൾ. 18 മുതൽ 21 വയസ്സ് വരെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ജയിലിലെ അന്തേവാസികൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിനും വിതരണം ചെയ്യുന്നതിനും മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? അസിസ്റ്റന്റ് ജയിലർ. കേരളത്തിലെ ഏക വനിതാ ജയിൽ, വനിതാ സെൻട്രൽ ജയിൽ, തിരുവനന്തപുരം അട്ടക്കുളങ്ങര. ഒരു ജയിലിന്റെ ഭരണപരമായ പൂർണ്ണ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ സൂപ്രണ്ട്. അന്തേവാസികളുടെ മാനസിക മാറ്റത്തിനായി നടപ്പിലാക്കുന്ന ഫ്രീഡം ഫുഡ് പദ്ധതി തുടങ്ങിയത് എവിടെയാണ്? സെൻട്രൽ ജയിൽ, തിരുവനന്തപുരം. ശിക്ഷിക്കപ്പെട്ട തടവുകാർക്ക് ശിക്ഷാ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് അനുവദിക്കുന്ന അവധി ഏത് പേരിൽ അറിയപ്പെടുന്നു? പരോൾ. കേരളത്തിലെ ഹൈ സെക്യൂരിറ്റി ജയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? വിയൂർ. ജയിൽ അന്തേവാസികൾക്ക് നൽകുന്ന തിരിച്ചറിയൽ നമ്പർ അറിയപ്പെടുന്നത് പ്രിസൺ നമ്പർ. കേരള ജയിൽ വകുപ്പിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള തസ്തിക ഏതാണ്? പ്രിസൺ ഓഫീസർ, വാർഡൻ. റിമാൻഡ് പ്രതികളെ പാർപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ജയിലുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? സബ് ജയിൽ. കേരള ജയിൽ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിന്റെ പേരെന്ത്? ഇ-പ്രിസൺസ്. സംസ്ഥാനത്ത് ജയിൽ ജീവനക്കാർക്ക് പരിശീലനം നൽകുന്ന ആസ്ഥാനം എവിടെയാണ്? തൃശൂർ രാമവർമ്മപുരം. തടവുകാരുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് ആരാണ്? ജുഡീഷ്യൽ മജിസ്ട്രേറ്റുകൾ.
ജയിൽ ഭക്ഷണത്തിൽ മാംസാഹാരം ഉൾപ്പെടുത്തുന്ന ദിവസം സാധാരണയായി ഏതാണ്? ഞായർ. കേരള ജയിൽ വകുപ്പിന് കീഴിലുള്ള ശ്രീ ചിത്തിര തിരുനാൾ റെസ്ക്യൂ ഹോം എവിടെയാണ്? തിരുവനന്തപുരം. ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങൾ പരിശോധിക്കാൻ നിയമിതരായ ഉദ്യോഗസ്ഥരെ സഹായിക്കുന്ന നായവിഭാഗം ജയിൽ K9 സ്ക്വാഡ്. ജയിലിലെ ശിക്ഷാ കാലയളവിൽ മികച്ച പെരുമാറ്റം കാഴ്ചവെക്കുന്നവർക്ക് ശിക്ഷയിൽ ലഭിക്കുന്ന ഇളവ് റിമിഷൻ. കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ എവിടെയാണ്? ചീമേനി, കാസർഗോഡ്. മഴവില്ല് എന്ന പദ്ധതി ജയിലിൽ ആർക്കുവേണ്ടിയുള്ളതാണ്? ട്രാൻസ്ജെൻഡർ അന്തേവാസികൾക്ക്. ജയിൽ ഉദ്യോഗസ്ഥരുടെ യൂണിഫോമിൽ ധരിക്കുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം അനുസരിച്ച് പദവി തിരിച്ചറിയാം. ഈ നക്ഷത്രം ധരിക്കുന്ന ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് ജയിലർ. ഒരു നക്ഷത്രം ധരിക്കുന്ന ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് ജയിലർ. കേരള ജയിൽ വകുപ്പ് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത്? ആഭ്യന്തര വകുപ്പ്. കേരളത്തിലെ ഏറ്റവും പഴയ ജയിൽ കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിൽ. കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിൽ ഏത് വർഷമാണ് സ്ഥാപിതമായത്? 1896. തിരുവനന്തപുരം പൂജപ്പുരയിലെ സെൻട്രൽ ജയിലിൽ നിലവിൽ വന്നത് എന്നാണ്? 1886. നെട്ടുകാൽ തേര് തുറന്ന ജയിൽ ഉദ്ഘാടനം ചെയ്തത് 1962 ഓഗസ്റ്റ് 28-ന്. കൊച്ചിയിലെ സെൻട്രൽ ജയിൽ വിയൂരിലേക്ക് മാറ്റിയ വർഷം 1914. തിരുവിതാംകൂറിൽ ജയിൽ ഇൻസ്പെക്ടർ ജനറൽ തസ്തിക ആദ്യമായി രൂപീകരിച്ചത് എന്ന്? 1953. കേരള ജയിൽ ചട്ടങ്ങൾ ആദ്യമായി രൂപീകരിച്ചത് ഏത് വർഷം? 1958. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ സ്ഥാപിതമായത് എവിടെ? നെയ്യാറ്റിൻകര, 1990. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആക്ട് നിലവിൽ വന്ന വർഷം 2010. ജയിൽ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ സിഗ സ്ഥാപിതമായ വർഷം 1957. നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്ത അന്നത്തെ ആഭ്യന്തരമന്ത്രി ആര്? P.T. ചാക്കോ. സംസ്ഥാനത്തെ ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി ജയിൽ വിയൂർ. ഏറ്റവും ഒടുവിൽ നാലാമതായി നിലവിൽ വന്ന സെൻട്രൽ ജയിൽ തവനൂർ. ജയിൽ നിയമപ്രകാരം പ്രൊഹിബിറ്റഡ് ആർട്ടിക്കിൾസ് എന്നാൽ? മദ്യം, മയക്കുമരുന്ന്, മൊബൈൽ ഫോൺ. തടവുകാരുടെ പരാതികൾ കേൾക്കാൻ ജയിൽ സന്ദർശിക്കുന്ന മജിസ്ട്രേറ്റ് വിസിറ്റിംഗ് മജിസ്ട്രേറ്റ്. ജുവനൈൽ തടവുകാരെ പാർപ്പിക്കേണ്ടത് എവിടെ? ഒബ്സർവേഷൻ ഹോം. ജയിൽ ഉദ്യോഗസ്ഥരുടെ യൂണിഫോം നിശ്ചയിക്കുന്നത് ആരാണ്? സംസ്ഥാന സർക്കാർ. ജയിൽ നിയമങ്ങൾ ലംഘിക്കുന്ന തടവുകാരെ പാർപ്പിക്കുന്ന സെൽ പണിഷ്മെന്റ് സെൽ അഥവാ സോളിറ്ററി കൺഫൈൻമെന്റ്. തടവുകാരെ കോടതിയിൽ ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമം പ്രിസണേഴ്സ് അറ്റൻഡൻസ് ഇൻ കോർട്ട് ആക്ട്. തടവുകാരുടെ മാനസിക ആരോഗ്യത്തിന് മുൻഗണന നൽകുന്ന ഉദ്യോഗസ്ഥൻ സൈക്കോളജിസ്റ്റ് അഥവാ മെഡിക്കൽ ഓഫീസർ. തുറന്ന ജയിലുകൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ആക്ട് സെക്ഷൻ 6. ഒരു തടവുകാരനെ മറ്റൊരു ജയിലിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്നത് ആരാണ്? ജയിൽ DGP. തടവുകാരുടെ തൊഴിലും വേതനവും സംബന്ധിച്ച വിവരം നൽകുന്ന സെക്ഷൻ 65. റിമാൻഡ് പ്രതികളെ പാർപ്പിക്കുന്നത് എവിടെയാണ്? ജില്ലാ ജയിൽ അല്ലെങ്കിൽ സബ് ജയിൽ. ജയിൽ ഉദ്യോഗസ്ഥർ തടവുകാരുമായി കച്ചവടത്തിലേർപ്പെടുന്നത് നിരോധിക്കുന്ന സെക്ഷൻ 18. ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഏത് IPC സെക്ഷൻ പ്രകാരം കുറ്റകരമാണ്? സെക്ഷൻ 224. ശിക്ഷാ കാലയളവിൽ ഇളവ് നൽകുന്ന അധികാരം ആർക്കാണ്? ഗവർണർ അല്ലെങ്കിൽ സർക്കാർ. തടവുകാർക്ക് നിയമസഹായം ഉറപ്പാക്കുന്നതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 42. ജയിലിലെ സന്ദർശകരെ സംബന്ധിച്ച ചട്ടങ്ങൾ പറയുന്ന സെക്ഷൻ 50. ജയിലിലെ അച്ചടക്ക ലംഘനത്തിന് നൽകാവുന്ന ശിക്ഷകളെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 72. സ്ത്രീ തടവുകാരെ പാർപ്പിക്കേണ്ട രീതികളെക്കുറിച്ച് വിവരിക്കുന്ന സെക്ഷൻ 31. ജയിൽ ഉദ്യോഗസ്ഥരുടെ ചുമതലകളെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 12. തടവുകാരുടെ ഭക്ഷണക്രമം നിശ്ചയിക്കുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 35. ഒരു തടവുകാരന് കഠിന തടവ് അനുഭവിക്കാൻ ശാരീരിക ക്ഷമതയുണ്ടോ എന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 30.
കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് മാനേജ്മെന്റ് ആക്ട് 2010 സെക്ഷൻ 30 പ്രകാരം ശിക്ഷിക്കപ്പെട്ട ഒരു തടവുകാരനെ ജയിലിൽ പ്രവേശിപ്പിച്ച എത്ര സമയത്തിനുള്ളിൽ മെഡിക്കൽ ഓഫീസർ പരിശോധിക്കണം? ആസ് സൂൺ ആസ് പോസിബിൾ. സെക്ഷൻ 30 അനുസരിച്ച് പരിശോധനയ്ക്കു ശേഷം മെഡിക്കൽ ഓഫീസർ തടവുകാരന്റെ ആരോഗ്യ വിവരങ്ങൾ എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്? ഹിസ്റ്ററി ടിക്കറ്റിൽ. കേരളത്തിൽ തടവുകാരുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന ഇപ്പോഴത്തെ നിയമം കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് മാനേജ്മെന്റ് റൂൾ 2014. സെക്ഷൻ 30 പ്രകാരം ഒരു തടവുകാരനെ പരിശോധിച്ച ശേഷം മെഡിക്കൽ ഓഫീസർ രേഖപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഉൾപ്പെടാത്തത് എന്താണ്? തടവുകാരന്റെ മുൻകാല കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നില്ല. ജയിൽ അന്തേവാസികൾ തയ്യാറാക്കുന്ന ഭക്ഷണ വിതരണ ശൃംഖലയുടെ പേര് ഫ്രീഡം ഫുഡ് ഫാക്ടറി. ബോർസ്റ്റർ സ്കൂളുകളിൽ പ്രവേശിപ്പിക്കുന്ന തടവുകാരുടെ പ്രായപരിധി എത്ര? 18-നും 21 വയസ്സിനും ഇടയിൽ. എ ക്ലാസ് തടവുകാരിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെ? പതിവ് കുറ്റവാളി അല്ലാത്തവരും സൽസ്വഭാവികളായിട്ടുമുള്ള തടവുകാർ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരന്റെ ഭാരവും ഉപയോഗിക്കേണ്ട കയറിന്റെ അളവും തമ്മിലുള്ള ശരിയായ ജോഡി കണ്ടെത്തുക. ഇവയെല്ലാം ശരിയാണ്. 44 കിലോവിൽ താഴെയാണെങ്കിൽ 1.98 മീറ്റർ, 57 കിലോവിന് താഴെയാണെങ്കിൽ 1.83 മീറ്റർ, 70 കിലോവിൽ താഴെയാണെങ്കിൽ 1.68 മീറ്റർ. തടവുകാരന്റെ സാധാരണ അവധി കണക്കാക്കുന്നത് എങ്ങനെ? ഒരു കലണ്ടർ വർഷത്തിൽ 60 ദിവസം, ത്രൈമാസത്തിൽ 15 ദിവസം, 6 മാസത്തിൽ 30 ദിവസം. ശരിയായവ തിരഞ്ഞെടുക്കുക. ഡെറ്റിന്യൂ എന്നാൽ ഏതെങ്കിലും നിയമത്തിന് കീഴിൽ കരുതൽ തടങ്കലിൽ വ്യവസ്ഥ ചെയ്യാൻ ക്ഷമതയുള്ള ഒരു അധികാര സ്ഥാപനം പുറപ്പെടുവിപ്പിച്ച വാറന്റോ റിട്ടോ ഉത്തരവ് വഴി ഒരു പ്രിസണിലേക്ക് അയക്കപ്പെട്ട ഏതൊരാളും എന്ന് അർത്ഥമാക്കുന്നു. ഏതൊക്കെ ജയിലുകൾ സംയോജിപ്പിച്ചാണ് ജയിൽ വകുപ്പ് രൂപം നൽകിയത്? ട്രാവൻകൂർ, കൊച്ചിൻ സ്റ്റേറ്റ്, ബ്രിട്ടീഷ് മലബാർ സ്റ്റേറ്റ് ജയിലുകൾ. സെൻട്രൽ ജയിലിൽ വനിതാ തടവുകാർക്കായി പ്രത്യേകം ബ്ലോക്ക് സ്ഥാപിച്ച വർഷം 1904. നിരാലംബരായ തടവുകാർക്ക് ജയിലിൽ നിന്ന് വിടുതൽ ചെയ്യുമ്പോൾ അവരുടെ വീടുകളിൽ എത്തിക്കാനാവശ്യമായ പണം നൽകുന്നതിന് ഉത്തരവ് നൽകിയ വർഷം 1890. കേരള സംസ്ഥാന രൂപീകരണത്തോടെ രൂപം കൊണ്ട ജയിൽ സംവിധാനങ്ങൾ അഥവാ ജയിൽ വകുപ്പുകൾ. ജയിൽ ഐജിയുടെ കാര്യാലയം, സെൻട്രൽ ജയിലുകൾ, കണ്ണൂർ സെൻട്രൽ ജയിലിനോട് ചേർന്നൊരു ബോർസ്റ്റൽ സ്കൂൾ. ഭക്ഷ്യ ഉൽപാദനത്തിനായി ഹരിത പദവി നേടിയ കേരളത്തിലെ ജയിൽ ചീമേനി തുറന്ന ജയിൽ. തടവുകാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കിയ കേരളത്തിലെ ആദ്യ ജയിൽ പൂജപ്പുര. കേരളത്തിലെ ജയിലുകളിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി കോടതി ഹാജരാക്കൽ സംവിധാനം ആരംഭിച്ച വർഷം 2005. 1921 മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെ പാർപ്പിച്ചിരുന്ന പ്രധാന ജയിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ. ബുദ്ധിശക്തി കണക്കാക്കുന്ന ഫോർമുല. ഓപ്ഷൻ എ ആണ് ആൻസർ. മെന്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. ഭയം, സ്നേഹം, ദേഷ്യം എന്നിവ ഏത് തരം പ്രതികരണങ്ങളാണ്? വികാരാധീനം. സ്വയം തിരിച്ചറിവിനെക്കുറിച്ച് പറഞ്ഞത് ആരാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ. എബ്രഹാം മാസ്ലോ. പഠനത്തിലെ ശ്രമപരാജയ സിദ്ധാന്തം ആവിഷ്കരിച്ചത്? ട്രയൽ ആൻഡ് ഇറർ. തോണ്ടൈക്ക്. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്? മുഴുവനായ അവസ്ഥ. ഒരു വ്യക്തി മറ്റുള്ളവരോട് ഇടപെടാൻ മടിക്കുന്ന സ്വഭാവം? ഇൻട്രോവേർട്ട്. പുതിയൊരു കാര്യം പഠിക്കുന്നതിന് മുൻപ് പഠിച്ച കാര്യം മനസ്സിലാക്കുന്ന അവസ്ഥ? ഇൻഹിബിഷൻ. മോട്ടിവേഷൻ എന്ന പദം ഉണ്ടായത് ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ്? ഓപ്ഷൻ എ. സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ എൻഡോർഫിൻ. മനസ്സിന്റെ ബോധപൂർവമല്ലാത്ത ഭാഗത്തെ എന്ത് വിളിക്കുന്നു? അൺകോൺഷ്യസ്. അനുകരണത്തിലൂടെയുള്ള പഠനം ലേണിംഗ് ബൈ ഒബ്സർവേഷൻ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൽഫ്രഡ് ബന്ദൂര. ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ സ്ഥിരതയുള്ള ഗുണങ്ങളെ എന്ത് വിളിക്കുന്നു? ട്രെയ്റ്റുകൾ. മറ്റൊരാളുടെ വികാരങ്ങൾ മനസ്സിലാക്കുവാനുള്ള കഴിവിനെ എന്ത് വിളിക്കുന്നു? എംപതി. കൗമാരപ്രായത്തെ സംഘർഷഭരിതമായ കാലഘട്ടം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ജി. സ്റ്റാൻലി ഹാൾ.
ഒരു വ്യക്തിക്ക് തന്നിൽ തന്നെയുള്ള വിശ്വാസത്തെ എന്ത് വിളിക്കുന്നു? ആത്മവിശ്വാസം. മനുഷ്യന്റെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ലിംബിക് സിസ്റ്റം. ഭയത്തിനെതിരെയുള്ള സ്വാഭാവിക പ്രതികരണം എന്നാൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. IQ എന്നതിൻ്റെ പൂർണ്ണരൂപം ഇന്റലിജൻസ് കോഷ്യന്റ്. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയെ എന്ത് വിളിക്കുന്നു? ഡിസ്ട്രാക്ഷൻ. കുട്ടികളിലെ ബുദ്ധിവികാസത്തെക്കുറിച്ച് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പഠനം നടത്തിയത് ഇവരാരുമല്ല. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്നീ ആശയങ്ങൾ അവതരിപ്പിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡ്. മനഃശാസ്ത്രത്തിലെ ബിഹേവിയറലിസം, പെരുമാറ്റവാദം എന്ന ശാഖയുടെ ഉപജ്ഞാതാവ് JB വാട്സൺ. മറവി, ഫോർഗറ്റിംഗ് സംബന്ധിച്ച് പഠനം നടത്തിയ പ്രമുഖ മനഃശാസ്ത്രജ്ഞൻ എബിൻഹോസ്. മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾ ബേസിക് നീഡ്സ് എന്നതിന് ഉൾപ്പെടുന്നത് വിശപ്പ്, ദാഹം. ഒരു ഉത്തേജനത്തിന് സ്റ്റിമുലസ് ശരീരം നൽകുന്ന പെട്ടെന്നുള്ള മറുപടിയെ എന്തു വിളിക്കുന്നു? പ്രതികരണം, റെസ്പോൺസ്. ബുദ്ധിശക്തി അളക്കുന്നതിനുള്ള ആദ്യത്തെ ശാസ്ത്രീയ പരീക്ഷണം നടത്തിയത് ആൽഫ്രഡ് ബിനെറ്റ്. ക്ലാസിക്കൽ കണ്ടീഷനിംഗ് എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഇവാൻ പാവ്ലോവ്. മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം വുഡ്. മനഃശാസ്ത്രം എന്നാൽ എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? പെരുമാറ്റവും മാനസിക പ്രക്രിയയും. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാൾ പെരുമാറുന്ന രീതിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം ജനിതകം, സാഹചര്യം, വ്യക്തിത്വം. താഴെ പറയുന്നവയിൽ ജൈവിക പ്രേരണ അല്ലാത്തത്. അംഗീകാരം. തിയറി സെറ്റ് അവതരിപ്പിച്ചത് വില്യം ഔച്ചി. പ്രേരണ ചക്രത്തിലെ ആദ്യ ഘട്ടം ഏതാണ്? ആവശ്യം. താഴെ പറയുന്നവയിൽ മോട്ടിവേഷൻ വർദ്ധിപ്പിക്കാൻ അധ്യാപകൻ ചെയ്യേണ്ടത് ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുക. ശരീരത്തിന്റെ ആന്തരിക സന്തുലനാവസ്ഥ നിലനിർത്തുന്ന പ്രക്രിയ ഹോമിയോസ്റ്റാസിസ്. ഒരു ലക്ഷ്യത്തിലെത്താൻ വ്യക്തിയെ സഹായിക്കുന്ന ബാഹ്യവസ്തുക്കൾ അറിയപ്പെടുന്നത് ഇൻസെന്റീവ്. അടിസ്ഥാനപരമായ ആവശ്യങ്ങളുടെ മുൻഗണനാക്രമം ഹൈറാർക്കി ഓഫ് നീഡ്സ് അവതരിപ്പിച്ചത് എബ്രഹാം മാസ്ലോ. ഒരു വ്യക്തിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന പ്രേരണ ഏതാണ്? ആന്തരിക പ്രേരണ. പ്രേരണയുടെ ഡ്രൈവ് റിഡക്ഷൻ തിയറി ആവിഷ്കരിച്ചത് ഹൾ. എക്സ്പെക്റ്റൻസി തിയറി ഓഫ് മോട്ടിവേഷൻ ആവിഷ്കരിച്ചത് വിക്ടർ വ്രൂം. ഒരു വ്യക്തിക്ക് തന്റെ പരാജയത്തിന് യുക്തിപരമായ കാരണങ്ങൾ നിരത്തി ന്യായീകരിക്കുന്ന രീതി റേഷണലൈസേഷൻ. മരണചോദനയെ ഡെത്ത് ഇൻസ്റ്റിക്ട് ഫ്രോയിഡ് വിശേഷിപ്പിച്ചത് താനറ്റോസ്. ജീവൻ നിലനിർത്തുവാനുള്ള ചോദനയെ ലൈഫ് ഇൻസ്റ്റിക്ട് ഫ്രോയിഡ് വിളിച്ചത് ഈറോസ്. ദി ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന പുസ്തകം രചിച്ചത് ആര്? സിഗ്മണ്ട് ഫ്രോയിഡ്. മനസ്സിനെ വിശകലനം ചെയ്യാൻ ഫ്രോയിഡ് ഉപയോഗിച്ച പ്രധാന മാർഗം സ്വപ്ന വിശകലനം. അംഗീകരിക്കാൻ കഴിയാത്ത ആഗ്രഹങ്ങളെ അബോധ മനസ്സിലേക്ക് തള്ളുന്ന പ്രക്രിയ റിപ്രഷൻ. മറ്റൊരാളുടെ കുറ്റം സ്വന്തം കുറ്റമായി കാണുന്ന പ്രതിരോധ തന്ത്രം ഐഡന്റിഫിക്കേഷൻ. ലൈംഗിക താൽപര്യങ്ങൾ താൽക്കാലികമായി അടിച്ചമർത്തപ്പെടുന്ന ഘട്ടം ലേറ്റൻസി സ്റ്റേജ്. ശൗചാലയ പരിശീലനം, ടോയ്ലറ്റ് ട്രെയിനിങ് പ്രാധാന്യമുള്ള ഘട്ടം അനൽ സ്റ്റേജ്. മനോലൈംഗിക വികാസഘട്ടത്തിൽ ആദ്യത്തേത് ഏത്? ഓറൽ സ്റ്റേജ്. ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ സ്വപ്നങ്ങൾ എന്താണ്? അടിച്ചമർത്തപ്പെട്ട ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു വ്യക്തി തന്റെ പരാജയത്തിന് മറ്റൊരാളെയോ മറ്റൊരു സാഹചര്യത്തെയോ കുറ്റപ്പെടുത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം? പ്രൊജക്ഷൻ. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിലെ ഉത്കണ്ഠ കുറയ്ക്കാൻ കുട്ടി മുൻപത്തെ ഒരു ശീലത്തിലേക്ക്, ഉദാഹരണത്തിന് വിരൽ കുടിക്കുക, മടങ്ങുന്നതിനെ എന്ത് വിളിക്കുന്നു? റിഗ്രഷൻ. സ്വന്തം പരാജയത്തെ ന്യായീകരിക്കാൻ ലോജിക്കലായ കാരണങ്ങൾ കണ്ടെത്തുന്ന രീതി റേഷണലൈസേഷൻ. ഒരാൾ സ്വന്തം പരാജയങ്ങളെ മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് പ്രതിരോധ തന്ത്രം ഏതാണ്? പ്രക്ഷേപണം. പ്രൊജക്ഷൻ. കുട്ടികൾ കളിക്കിടെ മുതിർന്നവരെ അനുകരിക്കുന്നത് ഏത് ക്രമീകരണ രീതിയാണ്? താദാത്മ്യം, ഐഡന്റിഫിക്കേഷൻ. സാമൂഹികമായി അംഗീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങളെ ക്രിയാത്മകമായ വഴിയിലൂടെ തിരിച്ചു വിടുന്ന പ്രക്രിയ ഉദാത്തീകരണം.
സബ്ലിമേഷൻ. പരീക്ഷയിൽ തോറ്റ കുട്ടി ചോദ്യപേപ്പർ കഠിനമായിരുന്നു എന്ന് പറയുന്ന പ്രതിരോധ രീതി യുക്തീകരണം, റേഷണലൈസേഷൻ. മാനസിക സംഘർഷം മൂലം ഒരാൾ തൻ്റെ കുട്ടിക്കാലത്തെ പെരുമാറ്റങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നതിനെ എന്ത് വിളിക്കുന്നു? പ്രതിഗമനം, റിഗ്രഷൻ. ഓഫീസിലെ ദേഷ്യം വീട്ടിൽ വന്ന് ഭാര്യയോടോ കുട്ടികളോടോ തീർക്കുന്ന രീതി വിസ്ഥാപനം, ഡിസ്പ്ലേസ്മെന്റ്. താഴ്ന്ന നേട്ടങ്ങളുള്ള ഒരാൾ തൻ്റെ പോരായ്മ പരിഹരിക്കാൻ മറ്റൊരു മേഖലയിൽ കഠിനാധ്വാനം ചെയ്യുന്നു. പരിഹാരം, കോമ്പൻസേഷൻ. ഒരു വ്യക്തി തൻ്റെ ആഗ്രഹത്തിന് വിപരീതമായി പെരുമാറുന്ന രീതി പ്രതിപ്രവർത്തനം, റിയാക്ഷൻ ഫോർമേഷൻ. മനസ്സിന് പ്രയാസമുണ്ടാകുന്ന യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നത് നിഷേധം, ഡിനയൽ. ഒരു ലക്ഷ്യം നേടാൻ കഴിയാതെ വരുമ്പോൾ അതിനെക്കുറിച്ച് കാണിക്കുന്നത് കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും, സോർ ഗ്രേപ്സ്, റേഷണലൈസേഷൻ. തനിക്ക് ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങളിൽ നിന്ന് പകൽക്കിനാവിലൂടെ രക്ഷപ്പെടുന്നത് ഡേ ഡ്രീമിംഗ്. ലൈംഗിക ഊർജത്തെ ഫ്രോയിഡ് വിളിച്ച പേര് ലിബിഡോ. യാഥാർത്ഥ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന മനസ്സിന്റെ ഭാഗം ഈഗോ. വ്യക്തിത്വത്തിന്റെ ധാർമ്മിക വശത്തെ പ്രതിനിധീകരിക്കുന്നത് എന്താണ്? സൂപ്പർ ഈഗോ. വ്യക്തിത്വത്തിന്റെ ആനന്ദ തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭാഗം ഇഡ്. മനുഷ്യ മനസ്സിനെ ഫ്രോയിഡ് എത്ര നിലകളായി തിരിച്ചിട്ടുണ്ട്? 3. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ പിതാവ് സിഗ്മണ്ട് ഫ്രോയിഡ്. അബോധ മനസ്സിലെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഫ്രോയിഡ് ഉപയോഗിച്ച മാർഗം ക്ലേശരഹിത സ്മരണ, ഫ്രീ അസോസിയേഷൻ. മനോലൈംഗിക വികാസത്തിന്റെ അവസാന ഘട്ടം ജനറ്റൈൽ ഘട്ടം. കുട്ടികളിലെ ഈഡിപ്പസ് കോംപ്ലക്സ് ഏത് ഘട്ടത്തിൽ പ്രകടമാകുന്നു? ഫാലിക് സ്റ്റേജ്. യാഥാർത്ഥ്യബോധത്തിന്റെ റിയാലിറ്റി പ്രിൻസിപ്പിൾ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നത് ഈഗോ. സുഖാന്വേഷണ തത്വം പ്ലഷർ പ്രിൻസിപ്പിൾ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നത് ഈത്. ഉത്കണ്ഠയിൽ നിന്നും ഇച്ഛാഭംഗത്തിൽ നിന്നും രക്ഷ നേടാൻ മനസ്സ് അബോധപൂർവമായി പ്രയോഗിക്കുന്ന തന്ത്രങ്ങളെ എന്തു വിളിക്കുന്നു? ഡിഫൻസ് മെക്കാനിസം. മാനസിക സമ്മർദ്ദത്തോട് ശരീരം പ്രതികരിക്കുന്ന ഘട്ടങ്ങളെ വിവരിക്കുന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഹാൻസ് സെല്യ. ഒരേ സമയം ആകർഷകമായ 2 ലക്ഷ്യങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷം അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കുന്ന പോസിറ്റീവായ മാനസിക സമ്മർദ്ദത്തെ എന്ത് വിളിക്കുന്നു? യൂസ്ട്രസ്. വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ സന്തുലിതാവസ്ഥയെ തകർക്കുന്ന ബാഹ്യമോ ആന്തരികമോ ആയുള്ള സമ്മർദ്ദം സ്ട്രെസ്സേഴ്സ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ആവിഷ്കരിച്ചത് ഹൊവാർഡ് ഗാർഡ്നർ. പ്രകൃതിയിലെ മാറ്റങ്ങളും ജീവജാലങ്ങളെയും തിരിച്ചറിയുവാനുള്ള കഴിവ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്, പ്രകൃതിപരമായ ബുദ്ധി. ഒരു വ്യക്തി ഗണിതത്തിൽ പ്രകടിപ്പിക്കുന്ന ബുദ്ധി പൊതുവായ ബുദ്ധിയുടെയും ഗണിതത്തിലെ പ്രത്യേക ബുദ്ധിയുടെയും സങ്കലിത ഫലമാണ്. ഈ പ്രസ്താവന താഴെ പറയുന്നവയിൽ ഏത് ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദ്വിഘടന സിദ്ധാന്തം. ജെ.പി. ലിക്ക്ഫോർഡിന്റെ ബുദ്ധിയുടെ ത്രിമാന മാതൃകയുടെ അടിസ്ഥാനത്തിൽ ഉള്ളടക്കം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഗണിത രൂപങ്ങൾ, കാഴ്ച, അർത്ഥപരം, പ്രതീകങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? 1993 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ഡൽഹി, സർദാർ പട്ടേൽ ഭവൻ. NHRC ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അതായത് നിയമപരമായ പൊതുസ്ഥാപനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതി. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാനാകാൻ വേണ്ട യോഗ്യത: സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി. 2019 ഭേദഗതി പ്രകാരം സുപ്രീം കോടതി ജഡ്ജിക്കും ആകാം. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുവാൻ അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതി. മനുഷ്യാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്നത്? വകുപ്പ് 2D.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രി. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10. സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച വർഷം 1948. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഏതു കോടതിയുടെ അധികാരമാണുള്ളത്? സിവിൽ കോടതി. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റി ചെയർമാനെ നിയമിക്കുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് രാജ്യസഭാ ചെയർമാൻ. പാരീസ് തത്വങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശീയ മനുഷ്യാവകാശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളുമായി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളാണുള്ളത്? ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങൾ. മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് പരാതി നൽകാൻ എത്ര കാലപരിധി ഉണ്ട്? സംഭവം നടന്ന് 1 വർഷത്തിനുള്ളിൽ. മനുഷ്യാവകാശങ്ങൾക്കായുള്ള ഐക്യരാഷ്ട്ര ഹൈ കമ്മീഷണറുടെ ഓഫീസ് എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലാൻഡ്. സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ എത്ര വകുപ്പുകളുണ്ട്? 30 വകുപ്പുകൾ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ ഏത് പദവിയാണ് വഹിക്കുന്നത്? എക്സ് ഒഫീഷ്യോ മെമ്പർ അഥവാ ഔദ്യോഗിക അംഗം. മനുഷ്യാവകാശ കമ്മീഷന് ശിക്ഷ നൽകുവാനുള്ള അധികാരമുണ്ടോ? ഇല്ല, ശുപാർശ നൽകാൻ മാത്രമേ സാധിക്കൂ. സുപ്രീം കോടതി മനുഷ്യാവകാശങ്ങളുടെ ഹൃദയം എന്ന് വിശേഷിപ്പിച്ച അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ 21 ജീവിക്കുവാനുള്ള അവകാശം. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ ഏത് സെക്ഷൻ അനുസരിച്ചാണ് മനുഷ്യാവകാശം നിർവചിച്ചിരിക്കുന്നത്? സെക്ഷൻ 2D. സെക്ഷൻ 2D പ്രകാരം മനുഷ്യാവകാശം എന്നതിൽ ഉൾപ്പെടുന്നത് എന്തെല്ലാം? വ്യക്തിയുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ് എന്നിവയുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 3. കമ്മീഷൻ ചെയർപേഴ്സണെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതി. സെക്ഷൻ 4 പ്രകാരം. കമ്മീഷന്റെ ചുമതലകളെക്കുറിച്ച് വിശദീകരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 12. സെക്ഷൻ 13 പ്രകാരം കമ്മീഷന് ഏത് കോടതിയുടെ അധികാരമാണുള്ളത്? സിവിൽ കോടതിയുടെ അധികാരം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 21. മനുഷ്യാവകാശ ലംഘനങ്ങൾ വേഗത്തിൽ വിചാരണ ചെയ്യുന്നതിനായി മനുഷ്യാവകാശ കോടതികൾ സ്ഥാപിക്കുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 30. കമ്മീഷനിലെ അംഗങ്ങൾ IPC സെക്ഷൻ 21 പ്രകാരം എന്താക്കിയിട്ടാണ് കണക്കാക്കുന്നത്? സെക്ഷൻ 39 പ്രകാരം പബ്ലിക് സെർവന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. കമ്മീഷന്റെ അന്വേഷണ നടപടികളെക്കുറിച്ച് പറയുന്ന അധ്യായം ഏതാണ്? അധ്യായം 4. മനുഷ്യാവകാശ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങൾ നൽകുന്ന വകുപ്പ്? വകുപ്പ് 13. അന്വേഷണത്തിന് ശേഷം ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകാൻ ശുപാർശ ചെയ്യാൻ കമ്മീഷന് അധികാരം നൽകുന്ന വകുപ്പ്? വകുപ്പ് 18. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 31. കമ്മീഷന്റെ അന്വേഷണ വിഭാഗത്തെ കുറിച്ച് പറയുന്ന വകുപ്പ്? വകുപ്പ് 14. സംസ്ഥാന ഗവൺമെന്റിന് നിയമങ്ങൾ നിർമ്മിക്കുവാൻ അധികാരം നൽകുന്ന വകുപ്പ്? വകുപ്പ് 41. പരാതി ലഭിച്ചാൽ അന്വേഷണം നടത്തുവാനുള്ള കമ്മീഷന്റെ അധികാരം? വകുപ്പ് 12. കേന്ദ്ര ഗവൺമെന്റിന് ചട്ടങ്ങൾ നിർമ്മിക്കുവാൻ അധികാരം നൽകുന്ന വകുപ്പ്? വകുപ്പ് 40. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ ആദ്യ മലയാളി? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി നിയമിക്കപ്പെടുന്ന വനിതകളുടെ എണ്ണം കുറഞ്ഞത് എത്രയായിരിക്കണം? 1. NHRCയുടെ ആപ്തവാക്യം മോട്ടോ? സർവേ ഭവന്തു സുഖിന. മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഭേദഗതി ചെയ്ത വർഷം? 2006-2019. NHRC അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ആകെ എത്ര പേരുണ്ട്? 6 പേർ. NHRCയുടെ അന്വേഷണ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത് ആര്?
ഡയറക്ടർ ജനറൽ. NHRC ആസ്ഥാനമായ മാനവ് അധികാർ ഭവൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? INA, ന്യൂഡൽഹി. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാകാനുള്ള യോഗ്യത വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 3. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ജസ്റ്റിസ് ഫാത്തിമ ബീവി. ഏത് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളിലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് ഇടപെടാൻ കഴിയുക? സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന മാസിക മാനവീയം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ജുഡീഷ്യൽ മെമ്പർ ആകുവാനുള്ള യോഗ്യത വിരമിച്ച ജില്ലാ ജഡ്ജി, കുറഞ്ഞത് 7 വർഷം പരിചയം. പരാതികൾ നേരിട്ട് ബോധിപ്പിക്കാൻ കമ്മീഷൻ നടത്തുന്ന പരിപാടി സിറ്റിംഗ്. മനുഷ്യാവകാശ കമ്മീഷന്റെ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത് ആര്? DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് എന്നാണ്? 2005 ജൂൺ 15. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചാൽ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം? 30 ദിവസം. ഒരു വ്യക്തിയുടെ ജീവനോ സ്വാതന്ത്ര്യത്തിനോ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ വിവരങ്ങൾ നൽകണം? 48 മണിക്കൂർ. വിവരാവകാശ അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക്. വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നവരിൽ ആർക്കാണ് വിവരങ്ങൾ ചോദിക്കുവാൻ അവകാശമുള്ളത്? എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ വിവരങ്ങൾ ലഭിക്കുന്നതിന് എത്ര രൂപ ഫീസ് അടയ്ക്കണം? ഫീസ് നൽകേണ്ടതില്ല. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. സംസ്ഥാനത്തെ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ. വിവരാവകാശ നിയമത്തിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് വിവരങ്ങൾ നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്? സെക്ഷൻ 8. വിവരാവകാശ നിയമപ്രകാരമുള്ള ആദ്യ അപ്പീൽ നൽകേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? 30 ദിവസം. രണ്ടാമത്തെ അപ്പീൽ നൽകേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? 90 ദിവസം. വിവരാവകാശ നിയമപ്രകാരം ഒരു പബ്ലിക് അതോറിറ്റി വിവരങ്ങൾ നൽകാൻ വൈകിയാൽ ഓരോ ദിവസവും എത്ര രൂപയാണ് പിഴ ഈടാക്കേണ്ടത്? 250 രൂപ. വിവരാവകാശ നിയമപ്രകാരം നൽകാവുന്ന പരമാവധി പിഴശിക്ഷ 25,000 രൂപ. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹനദാസ്. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. വിവരാവകാശ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? 6. വിവരാവകാശ നിയമത്തിലെ ആകെ എത്ര സെക്ഷനുകളുണ്ട്? 31. വിവരാവകാശ നിയമത്തിന്റെ 2ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുന്നത് ഒഴിവാക്കപ്പെട്ട രഹസ്യാന്വേഷണ സുരക്ഷാ സ്ഥാപനങ്ങൾ. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകാൻ ഏത് ഭാഷ ഉപയോഗിക്കാം? ഇംഗ്ലീഷ്, ഹിന്ദി അല്ലെങ്കിൽ പ്രാദേശിക ഭാഷ. വിവരങ്ങൾ നൽകാൻ വിസമ്മതിച്ചാൽ PIO അപേക്ഷകന് ഇത് അറിയിക്കേണ്ടതാണ്. ഉണ്ട്, കാരണം വ്യക്തമാക്കണം. വിവരാവകാശ നിയമത്തിന് മുൻപ് നിലവിലുണ്ടായിരുന്ന നിയമം ഏതായിരുന്നു? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ലോകത്ത് ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ രാജ്യം സ്വീഡൻ, 1766. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാൻ എത്ര രൂപയാണ് സാധാരണ ഫീസ്? 10 രൂപ. വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന കാലാവധി. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് സഹായം നൽകാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകാൻ പ്രത്യേക ഫോറം നിർബന്ധമാണോ? അല്ല, വെള്ളക്കടലാസിൽ എഴുതി നൽകാം. 3ാം കക്ഷിയെ സംബന്ധിച്ച വിവരമാണെങ്കിൽ PIO എത്ര ദിവസത്തിനുള്ളിൽ അവർക്ക് നോട്ടീസ് നൽകണം? 5 ദിവസം. വിവരാവകാശ നിയമപ്രകാരം ഒരു പൗരന് ലഭിക്കാത്ത വിവരം രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന രഹസ്യ വിവരങ്ങൾ. വിവരം, ഇൻഫർമേഷൻ എന്നതിനെക്കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് സെക്ഷൻ 2 സബ്സെക്ഷൻ F.
വിവരാവകാശം റൈറ്റ് ടു ഇൻഫോർമേഷൻ എന്ന് നിർവചിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 2 സബ്സെക്ഷൻ ജെ. പൗരന്മാർക്ക് വിവരാവകാശത്തിന് അർഹതയുണ്ടെന്ന് പ്രസ്താവിക്കുന്ന വകുപ്പ് സെക്ഷൻ 3. പൊതു അധികാരികൾ പബ്ലിക് അതോറിറ്റീസ് വിവരങ്ങൾ സ്വമേധയാ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന വകുപ്പ് സെക്ഷൻ 4 സബ്സെക്ഷൻ 1. പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ 5. വിവരങ്ങൾക്കായി അപേക്ഷ സമർപ്പിക്കേണ്ട രീതി വിവരിക്കുന്ന വകുപ്പ് സെക്ഷൻ 6. വിവരങ്ങൾ നൽകുവാനുള്ള സമയപരിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് വകുപ്പിലാണ്? സെക്ഷൻ 7. ഒരാളുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരമാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ നൽകണം? 48 മണിക്കൂർ. സെക്ഷൻ 7 സബ്സെക്ഷൻ 1. വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കിയ കാര്യങ്ങൾ സെക്ഷൻ 8 പരാമർശിക്കുന്നു. പകർപ്പവകാശം ലംഘിക്കപ്പെടുന്ന വിവരങ്ങൾ നൽകാൻ വിസമ്മതിക്കാമെന്ന് പറയുന്ന വകുപ്പ് 9. ഒരു രേഖയുടെ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ നീക്കം ചെയ്ത് ബാക്കി വിവരങ്ങൾ നൽകാം എന്ന് പറയുന്ന വകുപ്പ് സെക്ഷൻ 10. മൂന്നാം കക്ഷി വിവരങ്ങൾ തേർഡ് പാർട്ടി ഇൻഫോർമേഷൻ സംബന്ധിച്ച വകുപ്പ് ഏത്? സെക്ഷൻ 11. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ 12. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ 15. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ കാലാവധിയെക്കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ 16. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നതോടെ റദ്ദാക്കപ്പെട്ട പഴയ നിയമം ഏത്? സെക്ഷൻ 31 പ്രകാരം ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002. വിവരാവകാശ നിയമം നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്ന സെക്ഷൻ 30. ഈ നിയമപ്രകാരം കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ഉണ്ടാക്കുന്ന ചട്ടങ്ങൾ അതത് നിയമസഭകളിൽ പാർലമെന്റിൽ സമർപ്പിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന സെക്ഷൻ ഏത്? സെക്ഷൻ 29. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, സ്പീക്കർ തുടങ്ങിയ സക്ഷമ അധികാരികൾക്ക് ചട്ടങ്ങൾ നിർമ്മിക്കാൻ അധികാരം നൽകുന്ന സെക്ഷൻ ഏത്? സെക്ഷൻ 28. വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനായി ചട്ടങ്ങൾ നിർമ്മിക്കുവാൻ സമുചിത സർക്കാരിന് അധികാരം നൽകുന്ന സെക്ഷൻ 27. വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 25. വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂൾ 2 മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്ന വകുപ്പ് സെക്ഷൻ 24 സബ്സെക്ഷൻ 2. ചില സുരക്ഷാ അന്വേഷണ ഏജൻസികളെ ഈ നിയമത്തിൽ നിന്നും ഒഴിവാക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 24. കോടതികളുടെ ഇടപെടൽ വിലക്കുന്ന വകുപ്പ് സെക്ഷൻ 23. മറ്റ് നിയമങ്ങളേക്കാൾ വിവരാവകാശ നിയമത്തിന് പ്രാബല്യം നൽകുന്ന വകുപ്പ് സെക്ഷൻ 22. സദുദ്ദേശത്തോടെ ചെയ്യുന്ന പ്രവർത്തികൾക്ക് സംരക്ഷണം നൽകുന്ന വകുപ്പ് സെക്ഷൻ 21. വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷാ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 20. രണ്ടാം അപ്പീല് 90 ദിവസത്തിനുള്ളിൽ നൽകണം എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷൻ 19 സബ്സെക്ഷൻ 3. അപ്പീലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 19. വിവരാവകാശ കമ്മീഷന്റെ ചുമതലകളെക്കുറിച്ചും അധികാരങ്ങളെക്കുറിച്ചും പറയുന്ന വകുപ്പ് സെക്ഷൻ 18. കേരളം രൂപീകൃതമായ ശേഷം പ്രവർത്തനം ആരംഭിച്ച സെൻട്രൽ ജയിൽ തവനൂർ സെൻട്രൽ ജയിൽ. 2017 കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ ജേക്കബ്. ബോസ്റ്റൽ സ്കൂൾ പാർപ്പിക്കുന്നത് ഏത് പ്രായപരിധിയിലെ തടവുകാരെയാണ്? 18 മുതൽ 21 വരെ. തടവുകാരെ അകാല വിടുതലിന് സർക്കാരിന് മുൻപാകെ ശുപാർശ ചെയ്യുന്ന ഉപദേശക സമിതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ 1, 2, 4 എന്നിവ ശരിയാണ്. സമിതിയുടെ അധ്യക്ഷൻ ജയിൽ വകുപ്പ് മേധാവി, ജില്ലാ കലക്ടർ ഈ സമിതിയിൽ അംഗമാണ്. അനൌദ്യോഗിക അംഗങ്ങളുടെ എണ്ണം 3 ആയിരിക്കും. കേരള ജയിൽ വകുപ്പിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന 2, 3 എന്നിവ ശരിയാണ്. ഏറ്റവും പഴയ ജയിൽ കോഴിക്കോട് ജില്ലയിലാണ്. 3 തുറന്ന ജയിലുകളാണുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികൾ ആവുന്നത് ആരൊക്കെ? പ്രധാനമന്ത്രി, രാഷ്ട്രപതി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി 3 മാത്രം. അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റി നിയമസഭാ സ്പീക്കർ അംഗമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ വി. രാമസുബ്രഹ്മണ്യം.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. 1 തെറ്റാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കമ്മീഷന് 5 ഡിവിഷനുകളാണുള്ളത്. വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമം ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന 1, 3, 4 എന്നിവ ശരിയാണ്. അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ഇതിൽ അംഗമാണ്. വി. ഹരി നായർ. വിവരാവകാശ നിയമത്തിന് കീഴിൽ പൊതു അധികാര സ്ഥാപനം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് സർക്കാർ ഓഫീസ്, ISRO, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബുദ്ധിശക്തിയുടെ ബഹുമുഖ സിദ്ധാന്തപ്രകാരം നൃത്തം ചെയ്യുന്ന വ്യക്തിയിൽ ഏതുതരം ബുദ്ധിയാണ് മുന്നിട്ട് നിൽക്കുന്നത്? ശാരീരിക ചലനപര ബുദ്ധി. മനോവിശ്ലേഷണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡ്. അയൽക്കാരുമായി നിരന്തരമായി ഉണ്ടാകുന്ന സംഘർഷം ഏതുതരം മാനസിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? സാമൂഹികം. വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതും അരോചകവുമായ ഭയത്തെ അറിയപ്പെടുന്നത് ഉത്കണ്ഠ. താഴെ പറയുന്നവയിൽ ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണം? നല്ല മാർക്കു നേടണമെന്നു സ്വയം പ്രേരണ തോന്നി പഠിക്കുന്നു. തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ പഠനാവശ്യത്തിനായി മോചിപ്പിക്കുന്നതിന് സർക്കാർ അധികാരം നൽകുന്ന ക്രിമിനൽ നടപടി ചട്ടം 432 സബ്സെക്ഷൻ 6. ശിക്ഷ പ്രതികളുടെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്നതിനുള്ള ഉപദേശക സമിതിയുടെ ചെയർമാൻ ജയിൽ വകുപ്പ് മേധാവി. 1993 മനുഷ്യാവകാശ നിയമമനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗമല്ലാത്തത് കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ജനറൽ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ദീപക് സന്ധു. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർ നൽകേണ്ട ഫീ ഇതൊന്നുമല്ല. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം വിവരാവകാശ നിയമം. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതി. മനോവിശ്ലേഷണ സിദ്ധാന്തം വിശദീകരിച്ചത് ഫ്രോയിഡ്. താഴെ പറയുന്നവയിൽ ദൃശ്യസ്ഥലകാല ബുദ്ധി കൂടുതൽ വേണ്ടത് ശില്പികൾക്ക്. ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? പാരിസ്ഥിതികം. ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ തടസ്സം നേരിടേണ്ടി വരുമ്പോൾ ഇച്ഛാഭംഗം ഉണ്ടാകുന്നു. ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടി അല്ലാതെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം ഏതുതരം അഭിപ്രേരണതയ്ക്ക് ഉദാഹരണമാണ്? ആന്തരിക അഭിപ്രേരണ. അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ: ഭീകരവാദികൾ, അപകടകാരികളായ തടവുകാർ, തീവ്രവാദികൾ. കേരള പ്രിസൺ ആക്ട് 2010 പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത്. ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്തത്. വ്യവസ്ഥകൾ വിധേയമായി ഉചിതമായ കാലയളവിൽ പരോൾ നൽകാവുന്നതാണ്. അടുത്ത ബന്ധുവിന്റെ ഗുരുതരമായ രോഗമോ മരണമോ കാരണവും പരോൾ നൽകാം. മറ്റേതെങ്കിലും മതിയായ കാരണമോ സംഗതിയോ പരോള് നൽകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. തടവുകാരെ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സഹായിക്കുന്നതിന് ഒരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത് വെൽഫെയർ ഓഫീസറാണ്. 2014 കേരള പ്രിസണുകളും ശുദ്ധീകരണ സാന്മാർഗീകരണ സേവനങ്ങളും ചട്ടം പ്രകാരം തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗമല്ലാത്തത് കേരള DGP. ജയിൽ DGPയും ജില്ലാ പ്രൊബേഷൻ ഓഫീസറും ജില്ലാ ജഡ്ജിയും അംഗങ്ങളാണ്. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1ഉം 3ഉം ശരിയാണ്. തുറന്ന ജയിലുകളിൽ വേതനം അന്തേവാസികളായുള്ള തടവുകാർക്ക് കൂടുതലാണ്. അന്തേവാസികളായിട്ടുള്ള തടവുകാരുടെ സാധാരണ അവധിക്ക് പുറമെ തുറന്ന ജയിലിൽ 15 ദിവസം കുടുംബ അവധിക്ക് അർഹതയുണ്ടായിരിക്കും. മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏതെങ്കിലും ഒരാളെ അറസ്റ്റ് ചെയ്യുക എന്നത് നേരിട്ട അധികാരത്തിൽ വരില്ല. ഏതെങ്കിലും ഒരാളെ സമൺ ചെയ്യുകയും ഹാജരാക്കുകയും വിസ്തരിക്കുകയും ചെയ്യുന്നതും ഏതെങ്കിലും പ്രമാണം കണ്ടെത്തുവാനും ഹാജരാക്കുവാനും ആവശ്യപ്പെടാനും ഏതെങ്കിലും ഓഫീസിൽ നിന്നും ഏതെങ്കിലും പൊതു രേഖയോ പകർപ്പോ ആവശ്യപ്പെടാനുമുള്ള അവകാശമുണ്ട്.
സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമല്ലാത്തത് സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന വ്യക്തി. അംഗങ്ങൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി, ഒരു ഹൈക്കോടതിയിൽ ജഡ്ജി ആയിരുന്നതോ അല്ലെങ്കിൽ വിരമിച്ചതോ ആയ വ്യക്തി, കുറഞ്ഞത് 7 വർഷം ആ സംസ്ഥാന ജില്ലാ ജഡ്ജി ആയിരുന്ന ജില്ലാ ജഡ്ജി. ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര കാലയളവിന് ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷന് വിചാരണ നടത്താം? 1 വർഷം. മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിൽ ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥനെയാണ് സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത്? IG. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സന്റെയും അംഗങ്ങളെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ട കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി നിയമമന്ത്രിയാണ്. അംഗങ്ങൾ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, നിയമസഭാ സ്പീക്കർ. വിവരാവകാശ നിയമം 2005 പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യം സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ അപേക്ഷ ലഭിച്ച് 24 മണിക്കൂറിനുള്ളിൽ മറുപടി 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകേണ്ടതാണ്. വിവരം ലഭിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് ഉറപ്പു നൽകുന്നത്? ആർട്ടിക്കിൾ 19. വിവരാവകാശ നിയമം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളപ്പോൾ 250 വീതം ഓരോ ദിവസവും പിഴ ചുമത്തേണ്ടതാണ്. അത്തരത്തിൽ പിഴസംഖ്യ എത്ര രൂപ കവിയാൻ പാടില്ല? 25,000 രൂപ. വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള രേഖകൾ 1, 2, 3. ഭാരതത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും സുരക്ഷിതത്വത്തെയും മറ്റും ഹനിക്കുന്നത് വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരം, അറസ്റ്റിനെയോ പ്രോസിക്യൂഷന്റെ നടപടിക്രമത്തെയോ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ എന്നിവ. മനോവിശേഷണ സിദ്ധാന്തത്തിന്റെ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിന്റെ ഘടനാപരമായ രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ചേർത്താണ്? ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാക്കുന്ന ആരോഗ്യകരമായ മനോസാന്ത്വന രീതി ഏത്? സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി പ്രയോഗിക്കുന്നത്. എബ്രഹാം മാസ്ലോവിന്റെ ആവശ്യകതകളുടെ ശ്രേണി സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്? ആത്മസാക്ഷാത്കാരം. ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം തിരഞ്ഞെടുക്കുക. ഭയവും ഉത്കണ്ഠയും ഒന്നു തന്നെയാണ് എന്നത് തെറ്റാണ്. പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നത് ഭയമാണ്. ഭാവിയിൽ അനുഭവിക്കുന്നതായി കരുതുന്ന കാര്യങ്ങളോടുള്ള ആശങ്കയാണ് ഉത്കണ്ഠ. ഹോവാർഡ് ഗാർഡനിന്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈയക്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത സ്വഭാവം ഏതാണ്? സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കഴിവ്. BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകന് വിവരാവകാശ നിയമപ്രകാരം കൊടുക്കേണ്ട ഫീസ് കൊടുക്കേണ്ടതില്ല. വിവരാവകാശ നിയമപ്രകാരം അധിക ഫീസ് എടുക്കാൻ ആവശ്യപ്പെട്ടാൽ അപേക്ഷകന് എത്ര ദിവസത്തിനുള്ളിൽ ഫീസ് എടുക്കണം? കാലയളവ് നിഷ്കർഷിച്ചിട്ടില്ല. സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി 3 വർഷം. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ സ്വീകരിക്കുന്നതിന് വിസമ്മതിക്കുകയോ നിർദ്ദേശിച്ചിട്ടുള്ള നിയമപരിധിയിൽ വിവരം നൽകാതിരിക്കുകയോ അഥവാ അപേക്ഷ ഉത്തമ വിശ്വാസമില്ലാതെ നിഷേധിക്കുകയോ അഥവാ അറിഞ്ഞുകൊണ്ട് തെറ്റായതും അപൂർണമായതുമായ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരം നൽകുകയോ ഏതെങ്കിലും തരത്തിൽ വിവരം നൽകുന്നതിന് തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥന് നിയമപ്രകാരം പരമാവധി ചുമത്താവുന്ന പിഴസംഖ്യ 25,000 രൂപ. സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായിട്ട് നിയമിക്കുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി 3 വർഷം. കസ്റ്റഡി മരണങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ മുൻപാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം. നെൽസൺ മണ്ടേല റൂൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന പ്രമാണം 1955 സ്റ്റാൻഡേർഡ് മിനിമം റൂൾസ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് പ്രിസണേഴ്സ് മനുഷ്യാവകാശ ലംഘനമാകുന്നതായി ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്യുന്ന തീയതി മുതൽ 1 വർഷം കഴിഞ്ഞ ശേഷം ഒരു സംഗതിയിലും കമ്മീഷനോ സംസ്ഥാന കമ്മീഷനോ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല. കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയില് തവനൂർ. ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷൻ അഡ്മിനിസ്ട്രേഷൻ.
കേരള സംസ്ഥാനത്തിലെ ജയിൽ വകുപ്പ് മേധാവിയുടെ തസ്തികയുടെ പേര് ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസ്. തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കുവാൻ സാധിക്കുന്ന കുട്ടിയുടെ പ്രായപരിധി 6 വയസ്സ്. മനോവിശ്ലേഷണം എന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രോയിഡ്. ദൈനംദിന സാഹചര്യങ്ങളെക്കുറിച്ചുള്ള തീവ്രവും അമിതവുമായ ആശങ്കയും ഭയവും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു അവസ്ഥയുടെ ലക്ഷണമാണ്? ഉത്കണ്ഠ. ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഗാർഡനർ. ആക്രമണോത്സുകത നിരീക്ഷണം വഴി പഠിക്കുന്നു എന്ന് പരീക്ഷണത്തിലൂടെ സ്ഥാപിച്ച മനഃശാസ്ത്രജ്ഞൻ ബന്ദുര. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആന്തരിക അഭിപ്രേരണയിൽപ്പെട്ടത് ആത്മസംതൃപ്തി.